ഓക്കെ, നമ്മളിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് എസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് അല്ലേ? നിങ്ങൾ പഠിച്ചെല്ലാം ഓർക്കുന്നില്ലേ? അതിൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്, അതിൻ്റെ ടൈപ്പ് എന്തൊക്കെയാണ്, അതിൻ്റെ ആ രീതികൾ അല്ലേ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ഓർഗാനിസം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചതിൽ ലാസ്റ്റ് പാർട്ട് നമ്മളൊരു ഐക്കോർണിയ ക്രാസിപ്പസ്, അതായത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതാണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ടെസ്റ്റിൽ ഐക്കോർണിയ ക്രാസിപ്പസിനെ കുറിച്ച് കൊടുത്തിരിക്കും, കുളവാട അല്ലേ. അപ്പോൾ അതിൻ്റെ ആ പ്രത്യേക രീതിയിലുള്ള ഓഫ്സെറ്റ് എന്ന് പറയുന്ന എസെക്ഷലി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൻ്റെ ഹെൽപ്പോടുകൂടി നടത്തുന്ന റീപ്രൊഡക്ഷൻ. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത ഗമീറ്റ് ഫോർമേഷൻ ആൻഡ് ഫ്യൂഷൻ നടക്കാതെയുള്ള പ്രോസസ്സാണ് അവിടെ അല്ലേ. ഗമീറ്റ് ഒന്ന് ഫ്യൂസ് ചെയ്ത് സൈഗോട്ടോ എംബ്രിയോ ഒന്നും ഉണ്ടാവാതെ ഉള്ള ഒരു പ്രോസസ്സായിരുന്നു എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് അല്ലേ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽ ബൈ ദ ഫോർമേഷൻ ആൻഡ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് അല്ലേ. അപ്പോൾ അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫോർമേഷൻ ആൻഡ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് അല്ലേ. സെക്സ് ഓർഗൻസിൽ നിന്ന് മെയിൽ ഗമീറ്റ് ഫീമെയിൽ ഗമീറ്റ് ഉണ്ടായി അത് ഫ്യൂസ് ചെയ്ത് അതിനെ തുടർന്ന് കുറേ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടായി വരുന്ന പ്രോസസ്സാണ് ഏതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിൽ ടെസ്റ്റിൽ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് ഒരു സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും അല്ല, അതിൻ്റെ ആ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്പാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ലൈഫ് സ്പാനിൻ്റെ എൻഡ് ആകുമ്പോഴത്തേനും അതിന് 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ആദ്യം അതിൽ പഠിക്കാനുള്ളത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ തുടക്കത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഏതാണ്? ഫേസസ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം. അപ്പോൾ അതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്, ഫേസസ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം. അപ്പോൾ ഫേസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഘട്ടങ്ങൾ അല്ലേ. ഒരു സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം അതിൻ്റെ ലൈഫ് സ്പാൻ എടുക്കുകയാണെങ്കിൽ, അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എടുക്കുകയാണെങ്കിൽ അതിൽ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകണമെന്നാണ് പറയുന്നത്. അപ്പം കൃത്യമായിട്ട് ജനനം മുതൽ മരണം വരെയുള്ള ഒരു ടൈം പീരീഡ് നമുക്ക് വിളിക്കാവുന്ന പേരായിരുന്നു ഏതാ? ലൈഫ് സ്പാൻ. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം ആണെങ്കിൽ അതിന് കൃത്യമായിട്ട് 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ലൈഫ് സ്പാൻ എൻഡ് ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ എൻഡ് ചെയ്യുമ്പോഴത്തേനും സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. അപ്പോൾ അതിൽ ആ 3 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഘട്ടമാണ് ജുവനൈൽ ഫേസ്, രണ്ടാമത്തെ ഘട്ടമാണ് റീപ്രൊഡക്റ്റീവ് ഫേസ്, മൂന്നാമത്തെ ഘട്ടമാണ് സെനിസൻ ഫേസ്. അപ്പോൾ 3 ഘട്ടങ്ങൾ, ഒന്നാമത്തെ ഏതാ? ജുവനൈൽ ഫേസ്, രണ്ടാമത്തെയാണ് ഏതാ? റീപ്രൊഡക്റ്റീവ് ഫേസ്, മൂന്നാമത്തെയാണ് ഏതാ? സെനിസൻ ഫേസ്. അപ്പോൾ അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽ ബൈ ദ ഫോർമേഷൻ ആൻഡ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് അല്ലേ. ന്യൂ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, ഗമീറ്റ് ഫോം ചെയ്ത് അത് ഫ്യൂസ് ചെയ്തതിന് ശേഷം പുതിയ ഇൻഡിവിജ്വലായിട്ട് മാറുന്ന പ്രോസസ്സ്. അപ്പോൾ അത് ബൈപ്പാരൻ്റൽ ആണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സെക്ഷലൊക്കെ വ്യത്യാസങ്ങളൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നോട്ടൊക്കെ എഴുതി പഠിച്ചതായിരിക്കണം. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനിലോട്ട് വരുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഫേസസ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം. ഫേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഘട്ടങ്ങൾ. അപ്പോൾ അതായത് പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് പറയുന്നത്. സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം അതിൻ്റെ ലൈഫ് സൈക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആകും. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് ഏതാ? ജുവനൈൽ ഫേസ്, രണ്ടാമത്തെ ഘട്ടമാണ് ഏതാ? റീപ്രൊഡക്റ്റീവ് ഫേസ്, മൂന്നാമത്തെ ഘട്ടമാണ് ഏതാ? സെനിസൻ ഫേസ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഘട്ടം നോക്കാം, ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ്, സെനിസൻ ഫേസ്. അപ്പോൾ അങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കുന്നതിൽ ഒന്നാമത്തെ ഘട്ടമാണ് ഏതാ? ജുവനൈൽ ഫേസ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പറയാവുന്നതാണ്, ഈ ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത് ഏർലിയർ ടൈം പീരീഡാണ് അല്ലേ. അപ്പോൾ അതായത് ഏതൊരു സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യത്തെ കാലഘട്ടം അതാണ് ഏതാ? ജുവനൈൽ ഫേസ് എന്നത് പറയുന്നത്. അപ്പോൾ അതായത് all the changes occurs in the body before sexual maturity. അതായത് സെക്ഷലി മെച്യൂർ ആവുന്നതിന് മുമ്പ് ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നടക്കുന്ന എല്ലാ ചേഞ്ചസും ഏത് ഫേസിൽ വരുന്നതാണ്? ജുവനൈൽ ഫേസിൽ വരുന്നതാണ്. അപ്പോൾ അതായത് എല്ലാ ചേഞ്ചസും ഇപ്പോൾ നോക്കാം, ഒരു പ്ലാന്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സിൽ നമുക്ക് പറയാവുന്നതാണ്, പ്ലാന്റ്സിലെ ഓർഗൻസിന് വെജിറ്റേറ്റീവ് പാർട്ട്, റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. വെജിറ്റേറ്റീവ് പാർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഏതൊക്കെയായിരുന്നു? റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ് ആണ് വെജിറ്റേറ്റീവ് പാർട്ട്. റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതായിരുന്നു? ഫ്ലവർ ആണ് റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതിൽ ജുവനൈൽ ഫേസ് എന്ന് പറയുന്നതിൽ പ്ലാന്റ്സിൽ
അതിൽ റൂട്ട് സ്റ്റെമ്മ് ലീവ്സിൻ്റെ ഫോർമേഷനാണ് കൃത്യമായിട്ട് നടക്കുക. അപ്പോൾ അതാണ് ജുവനൈൽ ഫേസിനെ പ്ലാന്റ്സിൽ നമുക്ക് വിളിക്കാവുന്ന വേറൊരു പേരാണ് ഏതാ? വെജിറ്റേറ്റീവ് ഫേസ്. അപ്പോൾ ജുവനൈൽ ഫേസ് പ്ലാന്റ്സിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? വെജിറ്റേറ്റീവ് ഫേസ്. അപ്പോൾ നമുക്ക് വെജിറ്റേറ്റീവ് ഫേസിൽ എന്താ നടക്കുന്നത്? വെജിറ്റേറ്റീവ് പാർട്ടുകളായിട്ടുള്ള റൂട്ട് സ്റ്റെമ്മ് ലീവ്സിൻ്റെ ഗ്രോത്താണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാന്റിൽ റൂട്ട് സ്റ്റെമ്മ് ലീവ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഫ്ലവർ ഉണ്ടാവുന്നത് മുതൽ ഏത് ഫേസിലോട്ട് പോകുമെന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഫേസ് ആയിട്ട് മാറും. ഇപ്പോൾ ഫ്ലവർ ഉണ്ടാവുന്നതിന് തൊട്ട് മുൻപ് വരെയുള്ള സ്റ്റേജസ് അതിനെ നമുക്ക് കൃത്യമായിട്ട് വിളിക്കാവുന്ന പേരാണ് ഏതാ? ജുവനൈൽ ഫേസ്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഹയർ ആയിട്ടുള്ള ഇപ്പോൾ ആൻജിയോസ്പേം എടുക്കുകയാണെങ്കിൽ ആൻജിയോസ്പേമിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലവറിംഗ് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലവർ ഉണ്ടാവുന്നതിന് മുമ്പ് ആ ഒരു പ്ലാന്റ് എന്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അതിനെല്ലാത്തിനും കൂടെ ചേർത്ത് വിളിക്കുന്ന ടൈമാണ് ഏതാ? വെജിറ്റേറ്റീവ് ഫേസ് അഥവാ ജുവനൈൽ ഫേസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആനിമൽസിൻ്റെ കേസ് എടുത്താൽ എന്തായിരിക്കും? സെക്ഷുവലി മെച്യൂർ ആവുന്നതിന് മുൻപുള്ള എല്ലാ സ്റ്റേജസിനെയും കൂടെ ചേർത്ത് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ഗമീറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ബോഡിയിലൊക്കെ ഉണ്ടാവുന്ന എല്ലാ ചേഞ്ചസിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന ടൈമാണ് ഏതാ? ജുവനൈൽ ഫേസ്. ഓർ ഏതാ? പ്ലാന്റ്സിലാണെങ്കിൽ അതിന് വിളിക്കുന്ന വേറെ പേരാണ് ഏതാ? വെജിറ്റേറ്റീവ് ഫേസ്. അപ്പോൾ അതാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു ഓർഗാനിസം സെക്ഷുവലി മെച്യൂർ ആവുന്നതിന് മുൻപുള്ള എല്ലാ ഘട്ടങ്ങളെയും കൂടെ ചേർത്ത് വിളിക്കുന്ന ടൈമാണ് ഏതാ? ജുവനൈൽ ഫേസ്. അപ്പം സെക്ഷുവലി മെച്യൂർ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗമീറ്റ് പ്രൊഡക്ഷൻ നടക്കണം. ഇപ്പോൾ പ്ലാന്റിലാണെങ്കിൽ ഏതാ? കൃത്യമായിട്ട് റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങണം. ആ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് ആ പ്ലാന്റിൽ നടക്കുന്ന എല്ലാ ചേഞ്ചസും അല്ലേ? ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഏതാ? റൂട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, സ്റ്റെമ്മ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, ലീവ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാ റൂട്ട് സ്റ്റെമ്മ് ലീവ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടായി വരുന്ന സ്റ്റേജസ് ഏതിൽ പെടുത്താം? നമുക്ക് ജുവനൈൽ ഫേസ് ആണ്. ആ ജുവനൈൽ ഫേസിന് വിളിക്കാവുന്ന വേറൊരു പേരാണ് ഏതാ? പ്ലാന്റ്സിൽ വിളിക്കാവുന്ന വേറൊരു പേരാണ് ഏതാ? വെജിറ്റേറ്റീവ് ഫേസ്. അപ്പോൾ ജുവനൈൽ ഫേസ് ഓർ വെജിറ്റേറ്റീവ് ഫേസ്. അപ്പോൾ ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഫ്ലവർ ഉണ്ടാവുന്നതിന് മുൻപുള്ള എന്തോ ഒരു വർഷം ഉണ്ടായിരുന്നു അത്രയും കാലമാണ് ഏതാ? നമുക്ക് ഏതാ? ഈ വെജിറ്റേറ്റീവ് ഫേസ് എന്നറിയപ്പെടുന്നത് അല്ലേ? അപ്പോൾ അത് എത്ര കാലഘട്ടം ഉണ്ടായിരുന്നു? അപ്പോൾ അതാണ് വെജിറ്റേറ്റീവ് ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഫ്ലവർ ഉണ്ടാവുന്നതോടുകൂടി എന്തിലോട്ട് മാറി എന്ന് പറയുന്നത്? അടുത്ത ഘട്ടത്തിലോട്ട് പോയി റീപ്രൊഡക്റ്റീവ് ഫേസ് ആയിട്ട് മാറും. അപ്പോൾ ഫ്ലവർ ഉണ്ടാവുന്നതിന് മുൻപുള്ള റൂട്ട് സ്റ്റെമ്മ് ലീവ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്റ്റേജ് അതിനെ ടോട്ടലായിട്ട് വിളിക്കുന്ന ടൈമാണ് ഏതാ? ജുവനൈൽ ഫേസ്. പ്ലാന്റ്സിൽ അതിനെ വിളിക്കാവുന്ന വേറെ പേരാണ് ഏതാ? വെജിറ്റേറ്റീവ് ഫേസ്. ഇനി ആനിമൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സെക്ഷുവൽ മെച്യൂർ ആവുന്നതിന് മുമ്പുള്ള അതായത് ഗമീറ്റ് പ്രൊഡക്ഷൻ ആക്റ്റീവായിട്ടുള്ള ഗമീറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നതിന് മുൻപ് വരെയുള്ള സ്റ്റേജസിനെ വിളിക്കുന്ന പേരാണ് ഏതാ? ജുവനൈൽ ഫേസ്. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും തുടക്കത്തിലുള്ള ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഒരു ലൈഫ് സ്പാൻ എടുക്കുകയാണെങ്കിൽ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും തുടക്കത്തിലുള്ള നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആ ചേഞ്ചസിനെ എല്ലാത്തിനും കൂടെ ചേർത്ത് വിളിക്കുന്ന ടൈമാണ് ഏതാ? ജുവനൈൽ ഫേസ്. അപ്പോൾ ഇനി രണ്ടാമത്തെ ഫേസ് ഏതാ? ജുവനൈൽ ഫേസ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ജുവനൈൽ ഫേസിന് വിളിക്കാവുന്ന വേറെ പേരാണ് ഏതാ? പ്ലാന്റ്സിൽ വെജിറ്റേറ്റീവ് ഫേസ്. അപ്പോൾ കാരണം വെജിറ്റേറ്റീവ് ഓർഗനായിട്ടുള്ള റൂട്ട് സ്റ്റെമ്മ് ലീവ്സിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് നടക്കുന്നത്. ഇനി രണ്ടാമത്തെ ഘട്ടം നോക്കുക. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം ഇതാണ് ജുവനൈൽ ഫേസ്. രണ്ടാമത്തെ ഘട്ടം ഏതായിരുന്നു? റീപ്രൊഡക്റ്റീവ് ഫേസ്. അപ്പോൾ ഇതിൽ ഈ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഫേസ്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഘട്ടം അല്ലേ? അപ്പോൾ അതായത് ഒരു ഓർഗാനിസത്തിൽ അതിന് എത്രത്തോളം കാലഘട്ടം സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് ആ കാലഘട്ടത്തിനെ മൊത്തത്തിൽ വിളിക്കാവുന്ന പേരാണ് ഏതാ? റീപ്രൊഡക്റ്റീവ് ഫേസ്. അപ്പോൾ അത് പല ഓർഗാനിസിലും പല രീതിയിലാണ്. ചില ഓർഗാനിസിൽ കുറഞ്ഞ വർഷം മാത്രമാണ് റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ഉള്ളൂ. ചില ഓർഗാനിസം ഏതാ? കുറേ വർഷത്തോളം എന്തായിരിക്കും? റീപ്രൊഡക്റ്റീവ് ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ യൂണിസെക്ഷൽ ആനിമൽസിൻ്റെ കേസിൽ ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിലൊക്കെ ഏതാ? റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആകുന്ന കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് മെയിൽസിൽ കൂടുതലും ഫീമെയിൽസിൽ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ വേരിയേഷൻസ് ഉണ്ട്. അതായത് പല ഓർഗാനിസിലും പല വിധത്തിലാണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആനിമൽസിലൊക്കെ ഹ്യൂമൻ ബീങ്സിലൊക്കെ എങ്ങനെയാണ് എന്താണെന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തേർഡ് ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിട്ടുള്ള ഫേസാണ്. ഓക്കെ, റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിട്ടുള്ള ഫേസാണ് ഏതാ? റീപ്രൊഡക്റ്റീവ് ഫേസ്. അപ്പോൾ ഇതിൽ ആ റീപ്രൊഡക്റ്റീവ് ഫേസിനെ നമുക്ക് വിളിക്കാവുന്ന വേറെ പേരാണ് മെച്വർ ഫേസ്. മെച്വർ ഫേസ്. അപ്പോൾ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിട്ടുള്ള ഫേസാണ് ഏതാ? റീപ്രൊഡക്റ്റീവ് ഫേസ് ഓർ മെച്വർ ഫേസ്. അപ്പം അതാണ് ഒരു ഓർഗാനിസത്തിൽ എത്രത്തോളം കാലഘട്ടം അതിന് റീപ്രൊഡക്ഷൻ നടത്താനുള്ള അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ടോ ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? റീപ്രൊഡക്റ്റീവ് ഫേസ് ഓർ ഏതാ? മെച്വർ ഫേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിലൊക്കെ ആണെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ തുടക്കത്തിൽ അല്ലേ? അതായത് ഇപ്പോൾ ജുവനൈൽ ഫേസ് നമ്മൾ പറഞ്ഞു. ജുവനൈൽ ഫേസ് ഏതായിരുന്നു? ഏറ്റവും ആദ്യത്തെ കാലഘട്ടമാണ്. ആ ജുവനൈൽ ഫേസിൻ്റെ
അവസാനമാകുമ്പോഴത്തേനും കൃത്യമായിട്ട് സെക്സ് ഓർഗൻസ് കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് സെക്സ് ഓർഗൻസ് കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത് മെച്ചുവർ ആവുന്ന ഗമീറ്റ് പ്രൊഡക്ഷന് വേണ്ടി റെഡി ആവുന്ന സമയത്ത് കുറേ ചേഞ്ചസ് ഹ്യൂമൻ ബീങ്സിൻ്റെയൊക്കെ ബോഡിയിൽ നടക്കും. അത്തരത്തിലുള്ള ചേഞ്ചസിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ അതിലിപ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏതാ അല്ലേ, അപ്പോൾ ടീനേജുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ അല്ലേ ബോഡിയിൽ ഉണ്ടാവുന്ന കുറേ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ തുടക്കത്തിൽ ഉണ്ടാകുന്ന കുറേ മാറ്റങ്ങൾ അതിനെ വിളിക്കുന്ന പേരാണ് ഏതാ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അല്ലേ. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുക, വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക, അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രോസസ്സുകൾ നമ്മുടെ സെക്സ് ഓർഗൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം ഗമീറ്റ് പ്രൊഡക്ഷന് വേണ്ടി നമ്മുടെ ബോഡീനെ റെഡിയാക്കി എടുക്കണം. അപ്പം ആ ഒരു ജുവനൈൽ ഫേസിൻ്റെ അവസാനമായിട്ട് റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ തുടക്കത്തിലുമായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കുറേ ചേഞ്ചസ് ഉണ്ട്. ആ ചേഞ്ചസിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് ഏതാ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. ഇനി ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ റീപ്രൊഡക്റ്റീവ് ഫേസിന് വിളിക്കുന്ന വേറെ പേരാണ് ഏതാ മെച്വർ ഫേസ്. ഇനി ഒരു ഫ്ലവറിങ് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ഒരു ഫ്ലവറിങ് പ്ലാന്റിൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്തു. ആ ആദ്യത്തെ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി ഏത് സ്റ്റേജിലോട്ട് വന്നു? ആദ്യത്തെ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി റീപ്രൊഡക്റ്റീവ് ഫേസിലോട്ട് എത്തി അല്ലേ, റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഘട്ടം. ഇനി അത് എത്രത്തോളം കാലം ആ പ്ലാന്റിൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അതിനെ നമുക്ക് ഉൾപ്പെടുത്തി പറയാവുന്ന ടൈമാണ് ഏതാ റീപ്രൊഡക്റ്റീവ് ഫേസ്. ഓക്കെ, അപ്പോൾ അതായത് ആ പ്ലാന്റിൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എത്ര വർഷത്തോളം നിലനിൽക്കുന്നുണ്ടോ ആ കാലഘട്ടമാണ് ഏതാ റീപ്രൊഡക്റ്റീവ് ഫേസ്. അല്ലെങ്കിൽ അതിന് വിളിക്കാവുന്ന വേറെ പേരാണ് ഏതാ മെച്വർ ഫേസ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു ഹ്യൂമൻ ബീങ്സിലേക്ക് ആണെങ്കിൽ ഈ റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ബോഡിയിൽ കുറേ ചേഞ്ചസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഗമീറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷലി മെച്ചുറായി. അങ്ങനെ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ആ സെക്ഷൽ മെച്യൂരിറ്റി എത്രത്തോളം കാലഘട്ടം നിലനിർത്താൻ പറ്റുന്നുണ്ടോ ആ കാലഘട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്? റീപ്രൊഡക്റ്റീവ് ഫേസ് ഓർ മെച്വർ ഫേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ ജുവനൈൽ ഫേസിൻ്റെ അവസാനം റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ തുടക്കത്തിലുമായിട്ട് കുറേ ചേഞ്ചസ് നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഓൾ ദി ചേഞ്ചസ് വിച്ച് occurs at the end of juvenile phase and the beginning of reproductive phase, that changes occurs in our body known as ഏതാ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടാകുന്ന അത്തരം ചേഞ്ചസിന് വിളിക്കുന്ന പേരാണ് ഏതാ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. ഓക്കെ, പിന്നെ ഇതിൽ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലവർ ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് സ്റ്റേജിലോട്ട് എൻ്റർ ചെയ്തു എന്നാ റീപ്രൊഡക്റ്റീവ് ഫേസിലോട്ട് എൻ്റർ ചെയ്തു എന്നുള്ളതാണ്. ഇനി കുറേ പ്ലാന്റുകൾ ഇതിൻ്റെ ലൈഫ് സ്പാൻ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സിനെ നമുക്ക് 3 ഗ്രൂപ്പുകളായിട്ട് പ്രധാനമായിട്ട് തിരിക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു ഗ്രൂപ്പാണ് ഏതാ ആനുവൽസ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഏതാ ബൈനിയൽസ്. മൂന്നാമത്തെ ഗ്രൂപ്പാണ് ഏതാ പെരനിയൽസ്. അപ്പോൾ ഇങ്ങനെ 3 ഗ്രൂപ്പായിട്ട് ലൈഫ് സ്പാൻ്റെ അടിസ്ഥാനത്തിൽ ആനുവൽസ് പറയുന്നത് വിത്തിൻ 1 ഇയർ, ഒരു വർഷത്തിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നവരെ വിളിക്കുന്ന പേരാണ് ഏതാ ആനുവൽസ് അല്ലേ. അപ്പം റൈസ്, വീറ്റ്, മേസ് ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ആനുവൽസിൽ വരുന്നതാണ്. ദെൻ ബൈനിയൽസ് വിത്തിൻ 2 ഇയേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആനുവൽസ് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ. അപ്പോൾ അതിപ്പോൾ നോക്കാം നമ്മൾ 3 മാസമോ 4 മാസം 5 മാസം അല്ലെങ്കിൽ 12 മാസത്തിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന എല്ലാവരും വിളിക്കുന്ന പേരെന്താ? ആനുവൽസാണ്. ഇപ്പോൾ ബൈനിയൽസ് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു വർഷത്തിൽ കൂടുതലും 2 വർഷത്തിനുള്ളിലായിട്ട് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. 13 മാസം മുതൽ 24 മാസത്തിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നവരെയാണ് ഏതാ? ബൈനിയൽസ് അല്ലേ. ക്യാരറ്റ്, ക്യാബേജ്, അപ്പോൾ അതൊക്കെ ഏതാണ്? ബീട്രൂട്ട്, ഇതൊക്കെ ബൈനിയൽസിൻ്റെ കാറ്റഗറി വരുന്നതാണ്. ഇനി പെരനിയൽസ് അല്ലേ, കുറേ വർഷത്തോളം ലൈഫ് സൈക്കിൾ ഉള്ളവരെയാണ് എന്ത് വിളിക്കുന്നത്? പെരനിയൽസ് അല്ലേ. മാംഗോ അല്ലേ, അല്ലെങ്കിൽ ഏതാ കോക്കനട്ട്, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? പെരനിയൽസ് എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത്. കുറേ വർഷത്തോളം ലൈഫ് സൈക്കിൾ ഉള്ളവരെയാണ് എന്ത് വിളിക്കുന്നത്? പെരനിയൽസ് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ലൈഫ് സ്പാൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ഗ്രൂപ്പുകളായിട്ട് പ്ലാന്റ്സിനെ തിരിക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പാണ് ഏതാ? ആനുവൽസ്. രണ്ടാമത്തെ ഏതാ? ബൈനിയൽസ്. മൂന്നാമത്തെ ഏതാ? പെരനിയൽസ്. അപ്പോൾ ആ ടൈം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ ആനുവൽസ്, ബൈനിയൽസ്, പെരനിയൽസ്. അപ്പോൾ അങ്ങനെ 3 ഇതായിട്ട് തിരിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ ആനുവൽസിലൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ഇപ്പം റൈസ്, വീറ്റ്, മേസ്, ഇപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള റൈസിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 4 to 5 ആണ് അതിൻ്റെ ടോട്ടൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 1.5-2 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും അതിൽ ഏത് ഫേസ് എൻഡ് ചെയ്യും എന്ന് പറയുന്നത്? ജുവനൈൽ ഫേസ് എൻഡ് ചെയ്യും അല്ലേ. ഒരു 2 മാസം മുതൽ ഒരു 4 മാസം വരെ ആയിരിക്കും ഏത് ഫേസ് എന്ന് പറയുന്നത്? ഏതാ? രണ്ടാമത്തെ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ്. ആ ഫ്ലവർ ഉണ്ടായിട്ട് അത് ഫ്രൂട്ട്, സീഡൊക്കെ ആയിട്ട് മാറുന്ന ഘട്ടം. പിന്നെ അടുത്ത ഏതാ? സെനിസൺ ഫേസ്. അത് അവസാന കാലഘട്ടമാണ് ഏതാ? സെനിസൺ ഫേസ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ആനുവൽസിനും ബൈലൻസിലൊക്കെ കൃത്യമായിട്ട് ഏതാ
ഈ ഒരു ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ്, സെനിസെന്റ് ഫേസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ റീപ്രൊഡക്റ്റീവ് ഫേസ് അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന വേറെ പേരാണ് ഏതാ? മെച്ചർ ഫേസ്. അപ്പോൾ അതിൽ ആനിമൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആനിമൽസിൽ ഏതാ ജുവനൈൽ ഫേസിൻ്റെ അവസാനവും റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ തുടക്കത്തിലും കുറേ ചേഞ്ചസ് ഉണ്ടാവും. അത്തരം ചേഞ്ചസിന് വിളിക്കുന്ന പേരാണ് ഏതാ? സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം പ്ലാന്റുകൾ ഇതിൽ ഫ്ലവർ ഉണ്ടാകുന്നതോടുകൂടി ഏതിലോട്ട് വന്നു എന്നുള്ളതാണ്? റീപ്രൊഡക്റ്റീവ് ഫേസിലോട്ട് എത്തി അല്ലേ? ആദ്യത്തെ ഫ്ലവർ, ഒരു പ്ലാന്റിൽ ഏറ്റവും ആദ്യത്തെ ഫ്ലവർ ഉണ്ടാകുന്നതോടുകൂടി ഏതിലോട്ട് എത്തി എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഫേസിലോട്ട് എത്തി. ഇനി അപ്പോൾ അതിൽ പ്ലാന്റുകൾ ഈ ഫ്ലവറിങ്ങിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ്സ് എൻഡ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3ആയിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഏതാ? ആനുവൽസ്, രണ്ടാമത്തെ ഏതാ? ബൈനിയൽസ്, മൂന്നാമത്തെ ഏതാ? പെരന്യൽസ്. ഇനി ഇതിൽ തന്നെ കുറേ പ്ലാന്റുകൾ ഇപ്പോൾ ആനുവൽസ്, ബൈനിയൽസിൻ്റെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ തവണ മാത്രം ഫ്ലവേഴ്സ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒറ്റ തവണ ഫ്ലവർ ഉണ്ടാവുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഏതാ? ഒരു തവണ ഫ്ലവർ ഉണ്ടായി അത് ഫ്രൂട്ടൊക്കെ ആയിട്ട് മാറി മോണോ കാർപ്പി ഫ്ലവേഴ്സ് എന്നാണ് വിളിക്കുന്നത് അല്ലേ? ഇനി കുറേ പ്രാവശ്യം ഫ്ലവേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഏതാ? പോളി കാർപ്പി ഫ്ലവർ എന്നാണ് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ മോണോ കാർപ്പിക്ക്, പോളി കാർപ്പി, അങ്ങനെ 2 ടൈമും കൂടി ഒന്ന് ഓർത്തിരിക്കുക. മോണോ കാർപ്പിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ തവണ ഒരു ലൈഫിൽ പ്ലാന്റ്സിൽ ഒറ്റ തവണ മാത്രം ഫ്ലവർ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഏതാ? മോണോ കാർപ്പിക് ഫ്ലവറിങ് പ്ലാന്റ്. ഇനി വേറെ ഏതാ? കുറേ പ്രാവശ്യം ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും? അത് പോളി കാർപ്പിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പോൾ ഈ ടേം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കാരണം ഇവിടെ 1-2 കാര്യങ്ങൾ പറയണമെങ്കിൽ നമുക്ക് ഈ ടേമുകൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതുള്ളൂ. അപ്പോൾ നോക്കുക, നമ്മൾ പറഞ്ഞ ടേം നോക്കുക. ഒരു സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് പറഞ്ഞു. അത് ഹ്യൂമൻ ബീൻസൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് ചിന്തിച്ചാൽ വളരെ എളുപ്പമാണ്. ഹ്യൂമൻ ബീൻസിലൊക്കെ ജുവനൈൽ ഫേസിൻ്റെ എൻഡിൽ അല്ലേ? നമ്മുടെ ആദ്യം ജുവനൈൽ ഫേസിൻ്റെ എൻഡിൽ, അതായത് ടീനേജിൻ്റെ തുടക്കത്തിൽ, റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ തുടക്കത്തിലുമായിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കുറേ ചേഞ്ചസ്, ആ ചേഞ്ചസിന് വിളിക്കുന്ന പേരാണ് ഏത്? സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. ദെൻ പിന്നെ പ്ലാന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് 2-3 ടൈം പറഞ്ഞ ആനുവൽസ്, ബൈനിയൽസ്, പെരനിയൽസ്. ദെൻ അത് ലൈഫ് സ്പാനിൻ്റെ അടിസ്ഥാനത്തിൽ. ദെൻ പ്ലാന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ നമുക്ക് വിളിക്കാവുന്ന വേറെ 2-3 ടൈം ഏതാ? മോണോ കാർപ്പി പ്ലാന്റ്, പോളി കാർപ്പി പ്ലാന്റ്. അപ്പോൾ ഈ ടൈം ഒന്ന് ഓർത്തിരിക്കുക. അതായത് മോണോ കാർപ്പിക്ക്, പോളി കാർപ്പി. മോണോ കാർപ്പിക്ക് ഏതാ? ഒറ്റ തവണ മാത്രം ഫ്ലവർ ഉണ്ടായി ആ ഫ്ലവർ ഏതാ? സീഡൊക്കെ ആയിട്ട്, ഫ്രൂട്ടൊക്കെ ആയിട്ട് മാറി, സീഡൊക്കെ ആയിട്ട് മാറി, അങ്ങനെ ഉണ്ടാകുന്നതാണ് മോണോ കാർപ്പ്. പോളി കാർപ്പിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ലൈഫ് സ്പാനിൽ കുറേ പ്രാവശ്യത്തോളം ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മാങ്കോ ഒക്കെ ഏതാണ്? പോളി കാർപ്പിക്കാണ് അല്ലേ? മാവിൽ പൂവുണ്ടായി, പൂവ് ഏതായി? പോളിനേഷൻ, ഫെർട്ടിലൈസേഷൻ കടന്നു, അത് കൊഴിഞ്ഞു പോകുന്നു. അതായത് അത് ഫ്രൂട്ടായി, സീഡായി അത് കൊഴിഞ്ഞു പോകുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? അടുത്ത ഒരു ഫ്ലവറിംഗ് പീരീഡ് വരുമ്പോൾ വീണ്ടും ഫ്ലവേഴ്സ് ഉണ്ടാകുന്നു. അതൊക്കെ ഏതിൽ വരുന്നതാണ്? പോളി കാർപ്പിക്കാണ്. അതായത് റീപ്രൊഡക്റ്റീവ് ഫേസിൽ പല പ്രാവശ്യങ്ങളിൽ എന്ത് നടത്താൻ കപ്പാസിറ്റിയുള്ള ഫ്ലവറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള. അപ്പോൾ ഈ ടേംസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കും. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അപ്പോൾ അതായത് റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിട്ടുള്ള ഫേസാണ് ഏതാ? റീപ്രൊഡക്റ്റീവ് ഫേസ്. അപ്പോൾ നമുക്ക് ജുവനൈൽ ഫേസ് നമുക്ക് നമ്മളെന്താ പറയുന്നത്? ഏറ്റവും തുടക്കത്തിലുണ്ടാവുന്ന ഫേസ് അല്ലേ? is the phase in the life cycle of sexually reproducing organism. earlier phase അല്ലേ? earlier phase ആണ് ഏതാ? juvenile phase എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ earlier phase in the life cycle of sexually reproducing organism, അതിന് വിളിക്കുന്ന പേരാണ് ഏതാ? juvenile phase. പ്ലാന്റ്സിലോട്ട് വരുമ്പോൾ juvenile phase നമുക്ക് എന്ത് വിളിക്കാം? വെജിറ്റേറ്റീവ് ഫേസ് എന്ന് വിളിക്കാം. അതിന് കാരണം വെജിറ്റേറ്റീവ് ഓർഗൻ ആയിട്ടുള്ള റൂട്ട്, സ്റ്റെം, ലീവ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഏത് ഫേസിലാണ്? ഈ juvenile ഫേസിലാണ്. അപ്പോൾ അതുകൊണ്ട് ജുവനൈൽ ഫേസ് നമുക്ക് വിളിക്കാവുന്ന വേറൊരു പേരാണ് ഏത്? വെജിറ്റേറ്റീവ് ഫേസ്. അപ്പോൾ അവിടെ ഫ്ലവർ ഉണ്ടായി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ഫേസിലോട്ട് എൻ്റർ ചെയ്തു എന്നുള്ളതാണ്? റീപ്രൊഡക്റ്റീവ് ഫേസിലോട്ട് എൻ്റർ ചെയ്തു. അപ്പോൾ അതാണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്ന പ്ലാന്റിൽ ഏതാണ്? ഫ്ലവർ ആണ് ഇല്ല? വെജിറ്റേറ്റീവ് ഓർഗൻ ഏതാണ്? റൂട്ട്, സ്റ്റെം, ലീവ്സ് ആണ്. അപ്പോൾ വെജിറ്റേറ്റീവ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്ന ജുവനൈൽ ഫേസ്. ദെൻ റീപ്രൊഡക്റ്റീവ് ഫേസിലോട്ട് വരുമ്പോഴത്തേനും അവിടെ ഫ്ലവർ ഉണ്ടായി തുടങ്ങും. അപ്പോൾ ഫ്ലവർ ഉണ്ടായി തുടങ്ങുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് റീപ്രൊഡക്റ്റീവ് ഫേസിന് തുടക്കത്തിൽ. അത് എത്രത്തോളം കാലം ഫ്ലവേഴ്സ് ഉണ്ടാവുമെന്ന് നമുക്ക് പെരനിയൽ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കൃത്യമായിട്ട് ഏതാ ഫ്ലവർ ഉണ്ടാവുന്നു അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഏതാ? മോണോ ഏതിലായിരുന്നു? ആനുവൽസിലും ബൈനിയൽസിലുമാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ ഇതിൻ്റെ ജുവനൈൽ ഫേസിൻ്റെ അവസാനം റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ തുടക്കത്തിൽ ഹ്യൂമൻ ബീങ്സിനൊക്കെ ഉണ്ടാകുന്ന കുറേ ചേഞ്ചസ്, ആ ചേഞ്ചസിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് ഏതായിരുന്നു? സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പോൾ ആനിമൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആനിമൽസിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഹയർ ആയിട്ടുള്ള മാമൽസിന് നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. മാമൽസിനെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട്. ഒന്നാണ് പ്രൈമേറ്റ്സ്, രണ്ടാമത്തെ കാറ്റഗറിയാണ് നോൺ പ്രൈമേറ്റ്സ്. പ്രൈമേറ്റ്സും നോൺ പ്രൈമേറ്റ്സ്. അപ്പോൾ അതിൽ ഈ പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത് മങ്കീസ്, apes, ദെൻ ഹ്യൂമൻ ബീങ്സ് ഒക്കെയാണ്. നോൺ പ്രൈമേറ്റ്സിൽ വരുന്ന ഡോഗ്, ക്യാറ്റ്, റാറ്റ്,
ലയൺ, ഡിയർ, ടൈഗർ, അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് എന്തായിരുന്നു പറഞ്ഞത്? ഇറ്റ് ഈസ് ദ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ഫേസ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം അല്ലേ. ഒരു സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൻ്റെ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവായിട്ടുള്ള ഫേസാണ് ഏതാ? റീപ്രൊഡക്റ്റീവ് ഫേസ്. അപ്പോൾ ഇതിൽ പ്രൈമേറ്റ്സ്, നോൺ പ്രൈമേറ്റ്സ് എന്ന് പറയുന്നൊരു കാറ്റഗറി നമുക്ക് മാമൽസിൽ ഇതിൽ തിരിക്കാവുന്നതാണ്. പ്രൈമേറ്റ്സ്, നോൺ പ്രൈമേറ്റ്സ്. അതിൽ തന്നെ പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന ഹയർ മാമൽസാണ്. അപ്പോൾ ഇവരിൽ ഈ റീപ്രൊഡക്റ്റീവ് ഫേസിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ റീപ്രൊഡക്റ്റീവ് ഫേസിൽ ഫീമെയിൽ ഓർഗാനിസം, അപ്പോൾ പ്രൈമേറ്റ്സിൻ്റെ നോൺ പ്രൈമേറ്റ്സിൻ്റെയൊക്കെ ഫീമെയിൽ ഓർഗാനിസത്തിൽ അതിൽ കുറേ ചേഞ്ചസ് ഉണ്ടാകും. അതിന് കാരണം എന്താ? ഡ്യൂ ടു ദ ആക്ടിവിറ്റി ഓഫ് ഓവറീസ്, ദെൻ അസസറി ഡെക്സ് ആൻഡ് സെക്ഷൽ ഹോർമോൺസ്. അപ്പോൾ അതായത് പ്രൈമേറ്റ്സിൻ്റെ കേസ് എടുത്താലും നോൺ പ്രൈമേറ്റ്സിൻ്റെ കേസ് എടുത്താൽ, അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മാമൽസിൻ്റെ കേസ് എടുത്താൽ, മാമൽസിൻ്റെ ബോഡിയിൽ റീപ്രൊഡക്റ്റീവ് ഫേസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓവറീസിൻ്റെയും അസസറി ഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ സഹായക ഗ്രന്ഥികൾ, ദെൻ പിന്നെ അതിൻ്റെ സെക്ഷൽ ഹോർമോൺ, ഇതിൻ്റെയൊക്കെ ആക്ടിവിറ്റി മൂലം കുറേ ചേഞ്ചസ് ബോഡിയിൽ നടക്കും. അത്തരത്തിലുള്ള ചേഞ്ചസിൽ ഈ പ്രൈമേറ്റ്സിൽ ഉണ്ടാവുന്ന ഓവറീസിൻ്റെ, അസസറി ഡക്സിൻ്റെയും സെക്ഷൽ ഹോർമോൺസിൻ്റെയൊക്കെ ആക്ടിവിറ്റി മൂലം ഉണ്ടാകുന്ന ചേഞ്ചസിന് വിളിക്കാവുന്ന പേരാണ് മെൻസ്ട്രുവൽ സൈക്കിൾ. ഇപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മെൻസ്ട്രുവൽ സൈക്കിളൊക്കെ ഏത് ചാപ്റ്ററിലാണ്? 3rd ചാപ്റ്ററിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷനൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. അതിന് ഇതിലാണെങ്കിൽ നോൺ പ്രൈമേറ്റ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന് ടോട്ടലായിട്ട് വിളിക്കുന്ന ടൈമാണ് ഏതാ? ഈസ്ട്രസ് സൈക്കിൾ എന്നാണ് വിളിക്കുക. ഈസ്ട്രസ് സൈക്കിൾ. ഓക്കെ. അപ്പോൾ അതായത് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ ഈ റീപ്രൊഡക്റ്റീവ് ഫേസുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ആ റീപ്രൊഡക്റ്റീവ് ഫേസ് അല്ലെങ്കിൽ ഏതാ മെച്വർ ഫേസ് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഫീമെയിൽസ് ഓഫ് പ്ലാസെൻ്റൽ മാമൽസ് എക്സിബിറ്റ് സൈക്ലിക്കൽ ചേഞ്ചസ്. ആ ഫീമെയിൽസ് ഓഫ് പ്ലാസെൻ്റൽ മാമൽസ് സൈക്ലിക്കൽ ചേഞ്ചസ് എക്സിബിറ്റ് ചെയ്യുമ്പോൾ ആ സൈക്ലിക്കൽ ചേഞ്ചസിൽ പ്രൈമേറ്റ്സിൽ നടക്കുന്ന സൈക്ലിക്കൽ ചേഞ്ചസിന് വിളിക്കുന്ന പേരാണ് ഏതാ? മെൻസ്ട്രുവൽ സൈക്കിൾ. നോൺ പ്രൈമേറ്റ്സിലാണെങ്കിൽ ആ ചേഞ്ചസിന് വിളിക്കുന്ന പേരാണ് ഏതാ? ഈസ്ട്രസ് സൈക്കിൾ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, 2 ടേം പറഞ്ഞു. ഒന്ന് ഏതാ? മെൻസ്ട്രുവൽ സൈക്കിളും വേറെ ഏതാണ്? ഈസ്ട്രസ് സൈക്കിൾ. അപ്പോൾ അതായത് females of placental mammals exhibit cyclical changes during reproductive phase. These changes occurs in primates known as menstrual cycle, non-primates known as estrous cycle. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞത് ഓവറീസിൻ്റെയും അസസറി ഡെക്സിൻ്റെയും, ഓവറി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നില്ലേ, അപ്പോൾ ഓവറീസ്, ദെൻ അസസറി ഡെക്സ് സഹായക ഗ്രന്ഥികൾ ആൻഡ് സെക്ഷൽ ഹോർമോൺസ്. അപ്പോൾ ഓവറീസിൻ്റെയും സഹായക ഗ്രന്ഥികളുടെയും സെക്ഷൽ ഹോർമോണിൻ്റെയും ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന മാമൽസിലെ ഹയർ മെമ്പേഴ്സ് അല്ല, ഏവ്സ്, മങ്കീസ്, ചിമ്പാൻസി, ഹ്യൂമൻ ബീയിങ്സ് ഇങ്ങനെയുള്ളവരിലൊക്കെ ഉണ്ടാവുന്ന സൈക്ലിക്കൽ ചേഞ്ചസ്, ആ ചേഞ്ചസിനെ വിളിക്കുന്ന പേരാണ് മെൻസ്ട്രുവൽ സൈക്കിൾ. എന്നാൽ എങ്ങനെ ഉണ്ടാവുന്ന ചേഞ്ചസ് ഏതിലാണ്? നോൺ പ്രൈമേറ്റ്സിലാണെങ്കിൽ ഇപ്പോൾ കൗ, ഡോഗ്, ഷീപ്പ് അല്ലെ, റാറ്റ്, ക്യാറ്റ്, ലയണ്, ടൈഗർ ഇങ്ങനെയുള്ള ഇതിലൊക്കെ ആണെങ്കിൽ അതിലുണ്ടാവുന്ന സൈക്ലിക്കൽ ചേഞ്ചസ് തന്നെ. പക്ഷേ ആ സൈക്ലിക്കൽ ചേഞ്ചസിന് വിളിക്കുന്ന പേരാണ് ഈസ്ട്രസ് സൈക്കിൾ. അവ 2 തരത്തിൽ നമുക്ക് പ്രൈമേറ്റ്സ്, നോൺ പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന മാമൽസിനെ 2ആയിട്ട് തിരിക്കാം. അതിൽ പ്രൈമേറ്റ്സിൽ ഉണ്ടാവുന്ന സൈക്ലിക്കൽ ചേഞ്ചസിന് വിളിക്കുന്ന പേരാണ് മെൻസ്ട്രുവൽ സൈക്കിൾ. നോൺ പ്രൈമേറ്റ്സിൽ ഉണ്ടാവുന്നതാണ് ഈസ്ട്രസ് സൈക്കിൾ. അപ്പോൾ എന്താ ഇതിൽ വ്യത്യാസം? എന്താ ഇതിൽ പ്രൈമേറ്റ്സ് എന്ന് പറയുന്നതിൽ, അതായത് ഇപ്പോൾ മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ദിവസങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നടക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഹ്യൂമൻ ബീങ്സിലൊക്കെ നിങ്ങൾ മെൻസ്ട്രുവൽ സൈക്കിളൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് 28 ഡേയ്സാണ് ഒരു മെൻസ്ട്രുവൽ സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ വേണ്ട ഒരു ആവറേജ്, ഒരു 28 ഡേയ്സാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ 3rd ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, മെൻസ്ട്രുവൽ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടൊരു സൈക്ലിക്കൽ ചേഞ്ചസ് അല്ലേ ത്രൂ ഔട്ട് ദി ഇയറിൽ ഓരോ 28 ഡേയ്സിൽ ഇങ്ങനെ ഹ്യൂമൻ ബീങ്സിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ ആ രീതിയിലുള്ളതാണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഈസ്ട്രസ് സൈക്കിൾ അങ്ങനെയല്ല, അത് കുറേ സീസണെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതും സൈക്ലിക്കൽ ചേഞ്ചസ് ആണ്. പക്ഷേ ഇത്ര ദിവസം കൂടുമ്പോൾ ആ സൈക്കിൾ പൂർത്തിയാവും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ സമയത്ത് സീസണെയൊക്കെ ബേസ് ചെയ്ത് സീസണൽ ആക്ടിവിറ്റി മൂലമൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ വരുമ്പോഴാണ് അതിൽ ആ ഒരു ഈസ്ട്രസ് സൈക്കിൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, ഹയർ ആയിട്ടുള്ള മാമൽസിൽ ഓവറീസിൻ്റെയും അസസറി ഡെക്സിൻ്റെയും
സെക്ഷൽ ഹോർമോണിൻ്റെയും ആക്ടിവിറ്റി മൂലം ഉണ്ടാവുന്ന ചേഞ്ചസ്, ദാറ്റ് ചേഞ്ചസ് ട്യൂതർലി നോൺ ആസ് എന്ത് വിളിക്കാം, മെൻസ്ട്രൽ സൈക്കിൾ അല്ലേ. ദെൻ എന്നാൽ നോൺ പ്രൈമേറ്റ്സിലാണെങ്കിൽ അത്തരത്തിലുള്ള ചേഞ്ചസിന് വിളിക്കാവുന്ന പേരാണ് ഏതാ, ഈസ്ട്രസ് സൈക്കിൾ. അപ്പോൾ അതിൽ കൃത്യമായിട്ട് റെഗുലർ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏതിലാണ്, മെൻസ്ട്രൽ സൈക്കിളിലാണ്. എന്നാൽ മറ്റേത് സൈക്ലിക്കലാണ്, എന്നാൽ കൃത്യം ഏതാ 30 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ കൃത്യം 40 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊന്നും നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേതായിരിക്കും, ഏതാ, ഈസ്ട്രസ് സൈക്കിളായിരിക്കും. അപ്പോൾ അങ്ങനെ അത് അപ്പോൾ കുറേ ഏതെങ്ങനെ ഫേവറബിൾ സീസണൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് ആ സൈക്കിളൊക്കെ പൂർത്തിയാകുന്നത്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ളതാണെങ്കിൽ അത് ഏതാണ്, ഈസ്ട്രസ് സൈക്കിളാണ്. അപ്പോൾ 2 ടൈം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഏതാണ്, മെൻസ്ട്രൽ സൈക്കിൾ, വേറൊരു ടൈമാണ് അത് ഈസ്ട്രസ് സൈക്കിൾ. അപ്പോൾ അത് ചോദിക്കാറുള്ളതാണ് മെൻസ്ട്രൽ സൈക്കിൾ ഈസ്ട്രസ് സൈക്കിളും വ്യത്യാസം. അപ്പം ഒന്ന് ഓർത്തിരിക്കുക, ഫീമെയിൽസ് ഓഫ് പ്ലാസെൻ്റൽ മാമൽസ് എക്സിബിറ്റ് സൈക്ലിക്കൽ ചേഞ്ചസ് ഡ്യൂ ടു ദ ആക്ടിവിറ്റി ഓഫ് ovaries, accessory duct and sexual hormones. These changes occurs in primates like monkeys, apes and human beings known as menstrual cycle. These changes occurs in non-primates like dog, cat, rat, lion, deer, tiger known as ഈസ്ട്രസ് സൈക്കിൾ. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക, പ്രൈമേറ്റ്സിലും നോൺ പ്രൈമേറ്റ്സിലും നടക്കുന്ന ചേഞ്ചസ്. അപ്പോൾ എന്താ വ്യത്യാസം, എന്താ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എളുപ്പത്തിൽ ജസ്റ്റ് നിങ്ങളിങ്ങനെ ഓർത്തിരിക്കുക, ടൈമാണ് ടെസ്റ്റ് കൊടുത്തുള്ളൂ. നിങ്ങൾ മെൻസ്ട്രൽ സൈക്കിൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തേർഡ് ചാപ്റ്റർ പഠിക്കും. അപ്പോൾ ഇത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൃത്യസമയത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീങ്സിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 28 ഡേയ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ബ്രീഡ് ചെയ്യാൻ പോസിബിൾ ആക്കുന്ന ഒരു ക്യാരക്ടറാണ് ഏതാ, ഈ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. എന്നാൽ സീസണെ ബേസ് ചെയ്ത് മാത്രം ബ്രീഡ് ചെയ്യുന്ന രീതിയിലോട്ട് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അതായത് സൈക്ലിക്കലാണെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് ഏതാ ഇപ്പോൾ അതിൽ ഫെർട്ടിലൈസ്ഡ് ആവുന്ന എന്നാണെന്ന് കൃത്യമായിട്ട് നമുക്കിപ്പോൾ ഇതിൽ മെൻസ്ട്രൽ സൈക്കിളിലാണെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഫെർട്ടിലൈസ്ഡ് ആവുന്ന അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ സാധ്യതയുള്ള കൃത്യമായിട്ട് ഏതാ ഗമീറ്റ് ഫ്യൂഷൻ നടന്ന് ഫെർട്ടിലൈസേഷൻ നടക്കാൻ സാധ്യതയുള്ള ഡേറ്റ് കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ഈസ്ട്രസ് സൈക്കിളിൽ സീസണെ ബേസ് ചെയ്തിട്ട് നടക്കുന്നതാണ് ഏതാ, ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സൈക്ലിക്കലാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ളൊരു ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസ്ട്രസ് സൈക്കിൾ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ പല ഓർഗാനിസം, ഇപ്പോൾ ഡോഗ്, ഷീപ്പ്, ക്യാറ്റ്, നമ്മുടെ സറൗണ്ടിങ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഏതാ, കൗ. അപ്പോൾ കൗവിലൊക്കെ ആണെങ്കിൽ ഇതിൽ ശ്രദ്ധിക്കുക, ഇപ്പോൾ കൗവിലൊക്കെ ആണെങ്കിൽ ഈസ്ട്രസ് സൈക്കിളിൽ ഫെർട്ടിലൈസേഷന് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ്ട്രസ് സൈക്കിളിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഫെർട്ടിലൈസേഷൻ റെഡിയാവും. അങ്ങനെ ഫെർട്ടിലൈസേഷൻ റെഡി ആയി കഴിഞ്ഞാൽ ആ ഫീമെയിൽ ഓർഗാനിസം കുറേ സിംറ്റംസ് കാണിക്കും അല്ലേ. അപ്പോൾ ആ സിംറ്റംസ് ബേസ്ഡ് ആയിട്ടാണ് മെയിൽ ഓർഗാനിസം ഫെർട്ടിലൈസേഷൻ റെഡി ആയെന്ന് തിരിച്ചറിയുക. അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് അത് ഏത് പ്രോസസ്സിലോട്ട് ഫെർട്ടിലൈസേഷനും പുതിയ ഇൻഡിവിജ്വൽ ഉണ്ടാകുന്നതിലോട്ട് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതാണ് പശുവിനൊക്കെ വീടുകളിലൊക്കെ വളർത്തുന്നവർക്കാണെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. പശുക്കളൊക്കെ ഫെർട്ടിലൈസേഷൻ റെഡി ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, അതിൽ പശുവൊക്കെ കുറേ ചേഞ്ചസ് അതിൻ്റെ ബോഡിയിൽ കാണിക്കും അല്ലേ, കുറേ സിംറ്റംസ് കാണിക്കും, ഭയങ്കരമായിട്ട് ഒന്ന് കരയുക അല്ലേ, ഭയങ്കര ഓടുക, സൈഡ്, അങ്ങനെയൊക്കെയുള്ള ആ സിംറ്റംസൊക്കെ ഫെർട്ടിലൈസേഷൻ റെഡി ആയെന്ന് മെയിൽ ഓർഗാനിസത്തിന് കൊടുക്കുന്ന സൂചനകളാണ്. അപ്പോൾ ഈ ഫോറസ്റ്റിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഡിയറിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ കുറേ സിംറ്റംസ് ഒക്കെ കാണിക്കും. മെയിൽ ഓർഗാനിസം കൃത്യമായിട്ട് ഫെർട്ടിലൈസേഷന് റെഡി ആയി എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്ത് അങ്ങനെ ഏത് പ്രോസസ്സ് നടക്കും, ഫെർട്ടിലൈസേഷൻ നടക്കും. അപ്പോൾ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേ ബി ചില സീസണെ ബേസ് ചെയ്താവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എൻവയോൺമെൻറ്റ് കണ്ടീഷനൊക്കെ ബേസ് ചെയ്ത് സൈക്ലിക്കലാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഇത്ര ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഏതാ, ഈ നോൺ പ്രൈമേറ്റ്സിൽ നടക്കുന്ന ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറയുന്നത്. പക്ഷേ മെൻസ്ട്രൽ സൈക്കിൾ ആകുമ്പോൾ ഏതാ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവുന്നതാണെന്ന് നമുക്ക് ഏകദേശം കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ളതാണ് മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തേർഡ് ചാപ്റ്റർ മെൻസ്ട്രൽ സൈക്കിൾ എങ്ങനെയാണ് 20 ഡേയ്സ്, അത് അങ്ങനെ കൃത്യമായിട്ട് ആ ഒരു 20 ഡേയ്സ് കംപ്ലീറ്റ് ആവുന്ന രീതിയിലുള്ള ചാർട്ടും കാര്യങ്ങളും കൃത്യമായിട്ട് തേർഡ് ചാപ്റ്ററിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഹ്യൂമൻ ബീസിൻ്റെ കേസിലൊക്കെ പഠിക്കും. അപ്പോൾ ഈ 2 ടൈം ഓർത്തിരിക്കുക, മെൻസ്ട്രൽ സൈക്കിളും ഈസ്ട്രസ് സൈക്കിളും. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ ഏതാ, കണ്ടിന്യൂസ് ബ്രീഡേഴ്സും സീസണൽ ബ്രീഡേഴ്സും അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദി ഇയർ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. ത്രൂ ഔട്ട് ദി ഇയർ എടുക്കുകയാണെങ്കിൽ ഏത് സീസണിനെ ബേസ് ചെയ്ത് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ത്രൂ ഔട്ട് ദി ഇയറിൽ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആകുന്ന ഇതാണ് ഏതാ, കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. അപ്പോൾ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്, വിച്ച് ദീസ് ഓർഗാനിസംസ് ആർ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ത്രൂ ഔട്ട് ദി ഇയർ അല്ലേ. ആ ത്രൂ ഔട്ട് ദി ഇയറിൽ എപ്പോൾ വേണമെങ്കിലും റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആകുന്ന ബ്രീഡിങ് റെഡി ആവുന്നവരെ വിളിക്കുന്ന പേരാണ് ഏതാ, കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. ബെസ്റ്റ് എക്സാമ്പിൾ ആരാ, ഹ്യൂമൻ ബീങ്സ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള എക്സാമ്പിൾ കൃത്യമായിട്ട്, അതായത് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദി ഇയറിൽ എപ്പോൾ വേണമെങ്കിലും ബ്രീഡിങ് റെഡി ആവണേ അത്തരത്തിലുള്ള ഓർഗാനിസിനെ വിളിക്കുന്ന പേരാണ് ഏതാ, കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. ഉണ്ടോ, ദീസ് ഓർഗാനിസം ബ്രീഡ്സ് ത്രൂ ഔട്ട് ദി ഇയർ, അതാണ് ഏതാ, കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറൊരെണ്ണം ഏതായിരിക്കും, സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത്. സീസണൽ ബ്രീഡർ അപ്പോൾ അതിൽ നോക്കുക. അപ്പോൾ അതിൽ സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയുന്നത് അത് ഏതെങ്കിലും
ഫേവറബിൾ സീസണെ ബേസ് ചെയ്ത് മാത്രം ബ്രീഡ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ ഫേവറബിൾ സീസൺ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ബ്രീഡ് ചെയ്യുന്നവരുണ്ട്, ഒരു വർഷത്തിൽ 1 പ്രാവശ്യം മാത്രം ബ്രീഡ് ചെയ്യുന്നവരുണ്ടാവും, 3 പ്രാവശ്യം മാത്രം ബ്രീഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഫേവറബിൾ സീസണെ ബേസ് ചെയ്ത് മാത്രം ബ്രീഡ് ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് ഏതാ? സീസണൽ ബ്രീഡേഴ്സ്. എന്നാൽ ഏതാ ത്രൂ ഔട്ട് ദി ഇയറിൽ ഏതാ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആകാൻ കപ്പാസിറ്റി ഉള്ളവരെ എന്ത് വിളിക്കാം? കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. അപ്പോൾ ഹ്യൂമൻ ബീങ്സ് ഏതിൽ വരുന്നതാണ്? കണ്ടിന്യൂസ് ബ്രീഡാണ്. ഡോഗ് ഏതിൽ വരുന്നതാണ്? സീസണൽ ബ്രീഡറാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എളുപ്പത്തിൽ പറയാവുന്നതാണ് ഈ പ്രൈമേറ്റ്സ് എന്ന് പറയുന്നവർ മെയിനായിട്ട് ഏതിൽ വരുന്നതാണ്? കണ്ടിന്യൂസ് ബ്രീഡറാണ് അല്ലേ. നോൺ പ്രൈമേറ്റ്സ് മെയിനായിട്ട് ഏതിൽ വരുന്നതാണ്? സീസണൽ ബ്രീഡേഴ്സ് ആണ്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഡോഗിൻ്റെയൊക്കെ ഏതാണ് കൃത്യമായിട്ട് സീസണൽ ബ്രീഡേഴ്സ് തന്നെയാണ് ഡോഗൊക്കെ. പിന്നെ ഒരു സ്പെസിഫൈഡ് എക്സാമ്പിൾ പറയുന്നത് ബേഡ്സ് സീസണൽ ബ്രീഡറാണ്. ഓക്കെ, അപ്പോൾ അതായത് ബേഡ്സ് ത്രൂ ഔട്ട് ദി ഇയറിൽ ബ്രീഡിങ്ങിന് റെഡി ആവില്ല. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഒരു റെസ്റ്റിംഗ് സ്റ്റേജ് കഴിഞ്ഞ് വീണ്ടും ബ്രീഡിങ് റെഡി ആവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് എന്താണ് ഫേവറബിൾ സീസൺ വരുമ്പോൾ മാത്രമാണ് അതിന് എഫക്റ്റീവായിട്ട് ബ്രീഡിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ബേഡ്സ് ഏതാണ്? സീസണൽ ബ്രീഡറാണ്. പക്ഷേ ഈ എഗ്ഗ് പ്രൊഡക്ഷൻ്റെ ആവശ്യം വളരെ കൂടുതലായതുകൊണ്ട് പൗൾട്രി ഫാമിംഗ് നടത്തുന്നവർ, പൗൾട്രി ഫാർമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കോഴി വളർത്തുന്നവർ, അവരെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സീസണൽ ബ്രീഡറായിട്ടുള്ള ബേഡ്സിൽ ചില ഹോർമോണൽ ഇഞ്ചക്ഷൻ കൊടുക്കും. അങ്ങനെ ഹോർമോണൽ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീസണൽ ബ്രീഡറായിട്ടുള്ള ബേഡ് എന്തായിട്ട് മാറും? കണ്ടിന്യൂസ് ബ്രീഡറായിട്ട് മാറും. അപ്പോൾ എന്താ മെച്ചം? എന്താ ഏതാ? കൂടുതൽ എഗ്ഗ് പ്രൊഡക്ഷൻ ത്രൂ ഔട്ട് ദി ഇയറിൽ എന്ത് നടക്കും? എഗ്ഗ് പ്രൊഡക്ഷൻ നടക്കും. പക്ഷേ അത് ആനിമലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലൈഫ് സ്പാൻ കുറയ്ക്കും. ഇപ്പോൾ ബേഡ്സിൻ്റെ ലൈഫ് സ്പാൻ കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ടാണ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ക്യാപ്റ്റിവിറ്റി അല്ലെങ്കിൽ പൗൾട്രി ഫാമിംഗ് ഒക്കെ നടത്തുന്നവർ കൃത്യമായിട്ട് ബേഡ്സിനെ എന്താക്കി മാറ്റുമെന്ന് പറഞ്ഞ് ഹോർമോണൽ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് സീസണൽ ബ്രീഡറായിട്ടുള്ള ബേഡിനെ എന്താക്കി മാറ്റും? കണ്ടിന്യൂസ് ബ്രീഡറാക്കി മാറ്റും. അപ്പോൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബേഡ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുക അല്ലേ. ബേഡ്സിൻ്റെ ഏതാ? എഗ്ഗ് പ്രൊഡക്ഷൻ്റെ കപ്പാസിറ്റിയെ ചൂഷണം ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക? വേഗത്തിലാക്കുക. അപ്പോൾ അങ്ങനെ അതായത് സീസണൽ ബ്രീഡറായിട്ടുള്ള ബേഡിനെ എന്താക്കി മാറ്റുന്നു? ചില പ്രത്യേക ഹോർമോണൽ ഇഞ്ചക്ഷനിലൂടെ എന്താക്കി മാറ്റും? കണ്ടിന്യൂസ് ബ്രീഡേഴ്സാക്കി മാറ്റും. അപ്പോൾ അങ്ങനെ സീസണൽ ബ്രീഡറായിട്ടുള്ള ബേഡ്സിനെ കണ്ടിന്യൂസ് ബ്രീഡേഴ്സാക്കി മാറ്റിക്കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദി ഇയറിൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നത്? എഗ്ഗ് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പം ഹ്യൂമൻ ബീങ്സിൻ്റെയും എല്ലാവരുടെയും ഈ എഗ്ഗ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത, അതായത് ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെ നീഡ്സ് കൂടി വരികയാണ് അല്ലേ. എഗ്ഗ് കഴിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന കാരണം ത്രൂ ഔട്ട് ദി ഇയറിൽ ഈ ഹ്യൂമൻ ബീങ്സിൻ്റെയൊക്കെ ഏതാ ഈ ഇതിൽ എഗ്ഗിൻ്റെ ആവശ്യകത, അതായത് എഗ്ഗ് കഴിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന കാരണം പലപ്പോഴും എന്ത് സംഭവിക്കാറുണ്ട്? ഇങ്ങനെയുള്ള ക്യാപ്റ്റിവിറ്റി അല്ലെങ്കിൽ ഈ പൗൾട്രി ഫാർമേഴ്സ് കൃത്യമായിട്ട് ഹോർമോൺ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് ബേഡ്സിനെ അതിനെന്ത് ചെയ്യുന്ന പറയുക? എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ എഗ്ഗ് പ്രൊഡക്ഷന് ഫേവർ ചെയ്യും. അപ്പോൾ കൂടുതൽ എഗ്ഗ് പ്രൊഡക്ഷൻ നടക്കും. കാരണം സീസണൽ ബ്രീഡറായിട്ടുള്ള ബേഡ്സിനെ അവിടെ എന്താക്കി മാറ്റി? കണ്ടിന്യൂസ് ബ്രീഡറാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഈ 2-3 ടേംസ് ആനിമൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് ടെസ്റ്റ് കൊടുത്തിരുന്ന ടേമുകളാണ്. ഒന്ന് ഏതാ? സീസണൽ ബ്രീഡർ, വേറെ ഏതാ? കണ്ടിന്യൂസ് ബ്രീഡർ. ദെൻ പ്രൈമേറ്റ്സ്, നോൺ പ്രൈമേറ്റ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന ഏതാ? മെൻസ്ട്രൽ സൈക്കിൾ, ഈസ്ട്രസ് സൈക്കിൾ, അങ്ങനെയൊക്കെയുള്ളൂ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആകുന്ന കാലഘട്ടം. ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെയൊക്കെ ആണെങ്കിൽ മെയിൽസിൽ റീപ്രൊഡക്റ്റീവ് ഫേസിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് ഗമീറ്റ് പ്രൊഡക്ഷൻ തുടങ്ങുന്ന കാലഘട്ടമാണ് റീപ്രൊഡക്റ്റീവ് ഫേസിന് തുടക്കം. അങ്ങനെ എത്രത്തോളം കാലഘട്ടം ആക്റ്റീവായിട്ട് ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതാണ് ഏതാ? റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഫീമെയിൽസിലാകുമ്പോൾ ഏതാ? പ്യൂബർട്ടി എന്ന് പറയുന്ന സ്റ്റേജ് അല്ലേ. ഫീമെയിൽ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് മെൻസ്ട്രൽ സൈക്കിളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഘട്ടമുണ്ട്. അത് നിങ്ങൾ 3rd ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുമുതൽ ഏത് ഘട്ടം വരെ പ്യൂബർട്ടി എൻഡ് ചെയ്യുന്ന ഏതാ? മെനാർക്ക്, മെനോപോസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏതാ ഇപ്പം ഈ ആർത്തവ ചക്രം കംപ്ലീറ്റ് ആവുന്ന ഒരു ഇതുണ്ട്. അതുവരെയൊക്കെയാണ് ഏതാ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കണ്ടോ, അതിൽ തന്നെ നോക്കുക മെയിൽസിൽ ഫീമെയിൽസിലൊക്കെ വേരിയേഷൻ ഉണ്ട്. മെയിൽസിൽ ഹ്യൂമൻ ബീങ്സിൽ കുറച്ചുകൂടെ കാലഘട്ടം ഏതാ റീപ്രൊഡക്റ്റീവ് ആക്റ്റീവ് ആകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ ഫീമെയിൽസിന് ഏതായിരിക്കും റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി മെയിൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ അത് ഓരോ ഓർഗാനിസം ഫേസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ വേരിയേഷൻസ് ഉണ്ട്, വ്യത്യസ്തതയുണ്ട്. പല ഓർഗാനിസിലും പല വിധത്തിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ചില ഓർഗാനിസിൽ കുറച്ചധികം വർഷം ഉണ്ടാവും, ചില ഓർഗാനിസിൽ കുറഞ്ഞ ഡ്യൂറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാലഘട്ടമാണ് റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആകുന്ന കാലഘട്ടമാണ് റീപ്രൊഡക്റ്റീവ് ഫേസ്. അതിൽ റീപ്രൊഡക്റ്റീവ് ഫേസിൽ ഉണ്ടാകുന്ന ചില ചേഞ്ചസ്, ആ ചേഞ്ചസ് ആണ് ഇപ്പോൾ ഈ മെൻസ്ട്രൽ സൈക്കിൾ, ഈസ്ട്രസ് സൈക്കിൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് females of placental mammals exhibit cyclical changes due to the activity of ovaries, accessory eggs and hormones. These changes occurs in primates known as menstrual cycle. These changes occurs in non-primates known as ഈസ്ട്രസ് സൈക്കിൾ. അപ്പോൾ ആ പ്രൈമേറ്റ്സിലാണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളും നോൺ പ്രൈമേറ്റ്സിലാണെങ്കിൽ ഈസ്ട്രസ് സൈക്കിൾ. അപ്പോൾ അത് എക്സിബിറ്റ് ചെയ്യുന്ന ഓർഗാനിസിന് പേര് പഠിക്കും. പിന്നെ കുറേ ഓർഗാനിസം ഒരു ത്രൂ ഔട്ട് ദി ഇയർ എടുക്കുകയാണെങ്കിൽ വർഷം മുഴുവൻ ബ്രീഡിങ് റെഡി ആവുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ വിളിക്കുന്ന പേരെന്താ? കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. അപ്പോൾ ഹ്യൂമൻ ബീങ്സ് ആരാണ്? കണ്ടിന്യൂസ് ബ്രീഡറാണ്. ദെൻ ബേഡ്സ് ആരാണ്?
സീസണൽ ബ്രീഡറാണ് അല്ലേ. ത്രൂ ഔട്ട് ദി ഇയറിലില്ല, ഫേവറബിൾ സീസണിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേതാണ് സീസണൽ ബ്രീഡറാണ്. അപ്പോൾ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് ആ ടൈം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ഒരു ത്രൂ ഔട്ട് ദി ഇയറിൽ എപ്പോൾ വേണമെങ്കിലും ബ്രീഡിങ്ങിന് റെഡി ആവുന്നത്. അതുകൊണ്ടാണ് ഈ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്ന് പറയുന്ന ടൈം. എന്നാൽ ഫേവറബിൾ സീസണിൽ മാത്രമാണ് ഫേവറബിൾ സീസണിൽ മാത്രം ബ്രീഡ് ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് സീസണൽ ബ്രീഡേഴ്സ്. അപ്പോൾ ക്യാപ്റ്റിവിറ്റി അല്ലെങ്കിൽ പൗൾട്രി ഫാമിംഗ്, കോഴി വളർത്തുന്നവരൊക്കെ സീസണൽ ബ്രീഡറായിട്ടുള്ള ബേഡ്സിന് ചില പ്രത്യേക ഹോർമോൺ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് ഏതാക്കി മാറ്റും എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ബ്രീഡറാക്കി മാറ്റും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ എഗ്ഗ് എന്ന് പറയുന്നത് വളരെ ആവശ്യമുള്ളൊരു സംഭവമാണ് അല്ലേ. നമ്മുടെ ഇതിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇതിലൊക്കെ ബാലൻസ്ഡ് ഡയറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് എഗ്ഗിൻ്റെയൊക്കെ നമ്മൾ എഗ്ഗൊക്കെ കഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എഗ്ഗൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതിന് വേണ്ടി ഈ ക്യാപ്റ്റിവിറ്റിയിൽ അല്ലെങ്കിൽ പൗൾട്രി ഫാർമേഴ്സ് ചില പ്രത്യേക ഹോർമോൺ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് സീസണൽ ബ്രീഡറായിട്ടുള്ള ബേഡ്സിനെ എന്താക്കി മാറ്റും, കണ്ടിന്യൂസ് ബ്രീഡറാക്കി മാറ്റും. അപ്പോൾ അവിടെ ടെസ്റ്റിലൊരു ടൈം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുക അല്ലേ. അതായത് എഗ്ഗ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക എന്നുള്ളത് എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇതിൻ്റെ ബേഡിൻ്റെയൊക്കെ മേ ബി ലൈഫ് സ്പാനൊക്കെ കുറച്ച് റെഡ്യൂസ് ചെയ്യും. പക്ഷേ എഗ്ഗ് കണ്ടിന്യൂസ് ആയിട്ട് ഇടും. അപ്പോൾ അതാണ് സീസണൽ ബ്രീഡറായിട്ടുള്ള ബേഡിനെ എന്താക്കി മാറ്റും എന്ന് പറയും, കണ്ടിന്യൂസ് ബ്രീഡറാക്കി മാറ്റുന്ന ടെക്നിക്കുകളൊക്കെ, അതായത് ചില പ്രത്യേക ഹോർമോണൊക്കെ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടേംസ് ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഫേസുമായിട്ട് റിലേറ്റ് ചെയ്ത് ആനിമൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞിത്രേ ഉള്ളൂ. അപ്പോൾ ആനിമൽസിലൊന്ന് ഓർത്തിരിക്കുക, ഇതിൻ്റെ ജുവനൈൽ ഫേസിൻ്റെ അവസാനം റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ തുടക്കത്തിൽ ഹ്യൂമൻ ബീങ്സിൽ ഉൾപ്പെടെയുള്ള ആനിമൽസിൽ ഉണ്ടാകുന്ന കുറേ ചേഞ്ചസ് ഉണ്ട്. ആ ചേഞ്ചസിന് വിളിക്കുന്ന ഒരു ടേം പറഞ്ഞാൽ എന്തായിരുന്നു, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. ഓൾ ദ ചേഞ്ചസ് വിച്ച് ഒക്കേഴ്സ് at the end of juvenile phase and the beginning of the reproductive phase, that changes known as സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ അല്ലേ. നമ്മുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുക, വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക, സൗണ്ടിലൊക്കെ മാറ്റം വരും. ഇപ്പോൾ ടീനേജിൻ്റെയൊക്കെ തുടക്കത്തിൽ നിങ്ങളുടെ ബോഡിയിലൊക്കെ ഉണ്ടായ കുറേ ചേഞ്ചസ്. ഓക്കെ, ഇപ്പോൾ ടെസ്റ്റിൽ എഴുതിയവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത്തരത്തിലുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കുക. ഓക്കെ, പിന്നെ ഉള്ളത് അതിൽ 2 ടേമാണ് പ്രൈമേറ്റ്സ് നോൺ പ്രൈമേറ്റ്സുമായിട്ട് റിലേറ്റ്. അപ്പോൾ ഇതൊക്കെ എൻട്രൻസിനൊക്കെ ചോദിക്കുന്നതാണ് എക്സാമ്പിളൊക്കെ. അപ്പോൾ പ്രൈമേറ്റ്സിൽ നടക്കുന്ന ചേഞ്ചസിന് വിളിക്കുന്ന പേരെന്താ, മെൻസ്ട്രൽ സൈക്കിൾ. നോൺ പ്രൈമേറ്റ്സിൽ നടക്കുന്ന ഫീമെയിൽസ് ഓഫ് പ്ലാസൻ്റൽ മാമൽസിൽ കേട്ടോ, അതിൽ നടക്കുന്ന ചേഞ്ചസ് പ്രൈമേറ്റ്സിലാണെങ്കിൽ മെൻസ്ട്രലും, നോൺ പ്രൈമേറ്റ്സിലാണ് ഈസ്ട്രസ് സൈക്കിൾ. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മെൻസ്ട്രൽ സൈക്കിളൊക്കെ നിങ്ങൾ 3rd ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് കണ്ടിന്യൂസ് ബ്രീഡർ, സീസണൽ ബ്രീഡർ, അങ്ങനെ 2 ടൈമാണ്. ഇനി പ്ലാന്റ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ആനിമൽസുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ പറഞ്ഞത്. ഇനി പ്ലാന്റ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സിൽ ഇപ്പോൾ ആദ്യത്തെ ഫ്ലവർ ഉണ്ടാവുന്നതോടുകൂടി ഏതിലോട്ട് എൻ്റർ ചെയ്തു എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഫേസിലോട്ട് എൻ്റർ ചെയ്തു അല്ലേ. അപ്പോൾ ഫ്ലവറിങ് ഇൻഡിക്കേറ്റ് ദി ഇനീസിയേഷൻ ഓഫ് റീപ്രൊഡക്റ്റീവ് ഫേസ്. ഇപ്പോൾ ആൻജിയോസ്പേമിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ ഫ്ലവറിങ് ഇൻഡിക്കേറ്റ് ദി ഇനീസിയേഷൻ ഓഫ് റീപ്രൊഡക്റ്റീവ് ഫേസ്. അപ്പോൾ അതായത് ആദ്യത്തെ ഫ്ലവർ ഉണ്ടാവുന്നതോടുകൂടി ഏതിലോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആയിട്ട് മാറി എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഫേസിലോട്ട് എത്തി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എത്രത്തോളം കാലഘട്ടം ഒരു പ്ലാന്റിൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത്രത്തോളം കാലഘട്ടം നമുക്ക് എന്ത് പറയാം, അത് റീപ്രൊഡക്റ്റീവ് ഫേസിലാണ് എന്ന് പറയാം അല്ലേ. റീപ്രൊഡക്റ്റീവ് ഫേസിലാണെന്ന് പറയാം. അപ്പോൾ ഒരു പ്ലാന്റിൽ കുറേ വർഷങ്ങളോളം ഫ്ലവേഴ്സ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം കാലഘട്ടം അതായത് റീപ്രൊഡക്റ്റീവ് ഫേസിലാണെന്ന് പറയാം. ഇനി ഇതിൽ ആനുവൽസ്, ബൈനുവൽസ്, പെരന്യൽസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ആനുവൽസ് ഒരു വർഷത്തിനുള്ള ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആകുന്ന, ബൈനുവൽസ് വിത്തിൻ 2 ഇയർ, മോർ ദാൻ 2 ഇയർ ആണ് പെരന്യൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെ കുറേ പ്ലാന്റുകൾ നമുക്ക് അങ്ങനെയുണ്ട്. അപ്പോൾ അതിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 എക്സാമ്പിൾ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു മോണോ കാർപ്പിക് എന്ന് പറഞ്ഞ ടൈം പറഞ്ഞ് പോളി കാർപ്പിക് എന്ന് പറഞ്ഞു. മോണോ കാർപ്പിക് എന്തായിരുന്നു, ഒറ്റ തവണ മാത്രം ഫ്ലവേഴ്സ് ഉണ്ടായി, അത് ഫ്രൂട്ട് ഉണ്ടായി, ആ പ്ലാന്റ് സീഡൊക്കെ ആയിട്ട് മാറി നശിച്ചു പോകുന്ന പ്ലാന്റുകളാണ് മോണോ കാർപ്പിക് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചില പ്ലാന്റുകൾ ലെങ്തി ലൈഫ് സ്പാൻ ഉണ്ടെങ്കിൽ പോലും അത് മോണോ കാർപ്പിക്. ഇപ്പോൾ ബാമ്പുവിൻ്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റിൽ പറയുന്നുണ്ട് ബാമ്പുവിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 50 to 100 ഇയേഴ്സ് പറയുന്നുണ്ട്. ബാമ്പുവിൻ്റെ ലൈഫ് സ്പാൻ 50 to 100 ഇയേഴ്സ് ആണ്. റീസെൻ്റ് ആയിട്ടുള്ള നീറ്റ് എക്സാമിന് എനിക്ക് തോന്നുന്നു 2018 ചോദിച്ചിട്ടുള്ളതാണ് ബാമ്പുവിൻ്റെ ലൈഫ് സ്പാൻ എത്രയാണ്, 50 to 100 ഇയേഴ്സ് ആണ് നമ്മുടെ NCERT പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചില ഇതിലൊക്കെ ചിലരൊക്കെ പറയാറുണ്ട് അപ് ടു 50 ഇയേഴ്സ് വരെ ഉള്ളൂ എന്നൊക്കെ പറയുന്നത്. NCERT കൊടുത്ത് എന്താണോ അത് നമ്മൾ പഠിക്കാന്നുള്ളതാണ്. അപ്പം 50 to 100 ഇയേഴ്സ് ആണ് ബാമ്പുവിൻ്റെ ലൈഫ് സ്പാൻ. പക്ഷേ ബാമ്പുവിൻ്റെ ലൈഫ് സ്പാൻ ഇത്രത്തോളം വർഷം ഉണ്ടെങ്കിലും അതെന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത് മോണോ കാർപ്പിക് പ്ലാന്റ് ആണ്. അപ്പോൾ മോണോ കാർപ്പിക് ആയിട്ടുള്ള ഒരു ലെങ്തി ലൈഫ് സ്പാനോട് കൂടിയ പ്ലാന്റ് ആണ് ബാമ്പു. ഓക്കെ, കാരണം അതിൽ ഇപ്പോൾ 50 to 100 ഇയേഴ്സ് ആണ്. ഇപ്പോൾ നമ്മൾ എടുക്കപ്പോൾ ആവറേജ് 100 ഇയേഴ്സ് ആണെന്ന് വിചാരിക്കും. 100 ഇയേഴ്സ് ആണെങ്കിൽ അതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന അതിൻ്റെ ലൈഫ് സ്പാനിൻ്റെ എൻഡിനോട് കൂടിയാണ് ഫ്ലവേഴ്സ്. അതായത് ഇപ്പോൾ ഒരു 90 ഇയേഴ്സിന് ശേഷമൊക്കെ അതിൽ ഏതുണ്ടാവും തുടങ്ങുള്ളൂ, ഫ്ലവേഴ്സ് ഉണ്ടായി പോളിനേഷൻ നടന്ന് സീഡ് ഉണ്ടാവാനൊക്കെ തുടങ്ങും. ഇനി സീഡ് കൊഴിഞ്ഞു പോയി തുടങ്ങുന്ന കാലഘട്ടത്തിൽ ആ പ്ലാന്റ് പതുക്കെ നശിച്ചു തുടങ്ങും. അപ്പോൾ ആ നശിക്കുന്ന കാലഘട്ടം അതാണ് സെനിസൺ ഫേസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സെനിസൺ ഫേസ് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അതായത് ഇപ്പോൾ ഇതിൽ അൺയൂഷ്വൽ ഫ്ലവറിങ് കാണിക്കുന്ന 2 പ്ലാന്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതായിരിക്കാം നോക്കുക. ഒരു അൺയൂഷ്വൽ ഫ്ലവറിങ് കാണിക്കുന്ന ഒരു പ്ലാന്റാണ് ബാമ്പു എന്ന് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 50 to 100 ഇയേഴ്സ് ആണ്. അപ്പോൾ ഒന്ന് ബാമ്പു. അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കുക. ബാമ്പു
അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എത്രയാണ്? 50 to 100 ഇയേഴ്സ് ആണ്. അപ്പോൾ ബാമ്പുവിൻ്റെ പ്രത്യേകത 50 to 100 ഇയേഴ്സ് ലൈഫ് സ്പാൻ ഉണ്ടെങ്കിൽ പോലും ബ്രീഡിങ് നടക്കുന്ന എത്രയാണ്? ഒറ്റ തവണ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഒറ്റത്തവണ ബ്രീഡിങ് നടക്കുന്ന ലെങ്തി ലൈഫ് സ്പാനോട് കൂടിയ ഒരു പ്ലാന്റ്. അത് മോണോകാർപ്പിക്കാണ്. കാരണം ലൈഫ് സ്പാൻ ഇപ്പോൾ കുറേ വർഷത്തോളം പെരനിയലാണ് എന്ന് വിചാരിച്ച് എന്താവണമെന്നില്ല, അതേതാ പോളികാർപ്പിക് ആവണം നിർബന്ധമില്ല. പെരനിയലാണെങ്കിൽ പോലും കുറേ വർഷത്തോളം ലൈഫ് സ്പാൻ ഉണ്ടായിട്ട് പോലും ഒറ്റത്തവണ മാത്രം ബ്രീഡിങ് നടന്ന് പോളിനേഷൻ ഫെർട്ടിലൈസേഷനൊക്കെ എഫക്റ്റീവായിട്ട് നടന്ന് സീഡ് പ്രൊഡ്യൂസ് ചെയ്ത് നശിച്ചു പോകുന്ന ഒരു ലെങ്തി ലൈഫ് സ്പാൻ ഉള്ള പ്ലാന്റാണ് ഏതാ? ബാമ്പു എന്ന് പറയുന്നത്. ബാമ്പു. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക ബാമ്പു. ബാമ്പുവിൻ്റെ സയൻറ്റിഫിക് നെയിം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ബാംബൂസ, ബാംബൂസ അരുണ്ടിനേസിയ. അപ്പോൾ ഈ പ്ലാന്റ് പ്രത്യേകം എന്ന് പറയുന്നത് ഏതാ? മോണോകാർപ്പിക് പെരനിയൽ പ്ലാന്റ് ആണ്. ഫ്ലവേഴ്സ്, ഫ്ലവറിങ് occurs at the end of lengthy lifespan. ലെങ്തി ലൈഫ് സ്പാനിൻ്റെ എൻഡിലാണ് ഫ്ലവറിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ആ ലൈഫ് സ്പാൻ എത്ര പറഞ്ഞത്? 50 to 100 ഇയേഴ്സാണ്. അപ്പോൾ ഈ ലെങ്തി ലൈഫ് സ്പാനോട് കൂടിയ ഒരു ഗ്രാസാണിത്. അപ്പോൾ ഗ്രാസിൻ്റെ ഫാമിലി, ഇതിൻ്റെ വരുന്ന ഫാമിലിയുടെ പേരാണ് ഏതാ? ഗ്രാമിനെ. അല്ലെ, ആ ഫാമിലിനെ വിളിക്കുന്ന വേറെ പേരാണ് പോയേസിയ. നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ടില്ലേ? നിങ്ങൾ 3 ഫാമിലിയാണ് മോർഫോളജിയിൽ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഏതായിരുന്നു? ഫബേസിയ, ദെൻ സോളാനേസിയ, പിന്നെ ഏതായിരുന്നു? ലിലിയേസിയ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മോണോക്കോട്ട് ഫാമിലി, ഇപ്പോൾ ലിലിയേസിയ എന്ന് പറഞ്ഞ മോണോക്കോട്ട് ഫാമിലി പഠിച്ചില്ലേ, അതേമാതിരി വരുന്ന ഒരു മോണോക്കോട്ട് ഫാമിലിയിൽ വരുന്നതാണ് ഗ്രാമിനെ അല്ലെങ്കിൽ പോയേസിയ എന്ന് പറഞ്ഞ ഫാമിലി. അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട മെമ്പറാണ് ഏതാ? ബാംബൂസ അരുണ്ടിനേസിയ. അപ്പം ബാംബൂസ അരുണ്ടിനേസിയ എന്നറിയപ്പെടുന്ന ബാമ്പു. അപ്പോൾ അതിൽ ഇതേതാണ്? മോണോകാർപ്പിക്കാണ്. മോണോകാർപ്പിക് ആയിട്ടുള്ള ലെങ്തി ലൈഫ് സ്പാനോട് കൂടിയ മോണോകാർപ്പിക്. നമ്മൾ മോണോകാർപ്പിക് ആദ്യം പറഞ്ഞില്ല, ഒറ്റ തവണ മാത്രം ഫ്ലവർ ഉണ്ടായി, ഫ്രൂട്ട് ഉണ്ടായി, സീഡ് ഉണ്ടായി, നശിച്ചു പോകുന്ന പ്ലാന്റാണ് ഏത്? മോണോകാർപ്പിക്. അപ്പോൾ ഇതിൽ ആനുവൽസ് ഒക്കെ എല്ലാം തന്നെ ഏതാണ്? മോണോകാർപ്പിക്കാണ്. അപ്പോൾ പെരനിയൽസിൽ ലെങ്തി ലൈഫ് സ്പാനോട് കൂടിയതും എന്നാൽ കൃത്യമായിട്ട് മോണോകാർപ്പിക് ആയിട്ട് മാറുന്നതും അങ്ങനെയുള്ളൊരു എക്സെപ്ഷൻ കേസാണ് ഏതാ? ബാമ്പു എന്ന് പറയുന്നത്. അപ്പോൾ 50 to 100 ഇയേഴ്സാണ്. ഇപ്പോൾ 100 ഇയേഴ്സൊക്കെ ലൈഫ് സ്പാൻ ഉള്ളതാണെങ്കിൽ ആഫ്റ്റർ 90 ഇയേഴ്സിന് ശേഷം മാത്രം ഫ്ലവേഴ്സ് ഉണ്ടായി, ഫ്ലവർ ഉണ്ടായി എന്തായിട്ട് മാറി പോളിനേഷൻ ഫെർട്ടിലൈസേഷനൊക്കെ എഫക്റ്റീവായിട്ട് നടന്ന് കൃത്യമായിട്ട് എന്തായിട്ട് മാറും? സീഡൊക്കെ ആയിട്ട് മാറും. ഇനി അത് സീഡ് നശിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്ലാന്റ് പതുക്കെ അങ്ങ് നശിക്കും. അപ്പോൾ ഏത് സ്റ്റേജിലോട്ട് എൻ്റർ ചെയ്ത് നശിച്ചു തുടങ്ങുന്ന കാലഘട്ടം ഏതാ? സെനിസൺ ഫേസിലോട്ട് എൻ്റർ ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതേമാതിരി തന്നെ വേറൊരു പ്ലാന്റാണ് നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി ഇതും നീലക്കുറിഞ്ഞിയുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും ഏതാ? ഫ്ലവറിങ് ഒക്കേഴ്സ് at the end of 12 years. നീലക്കുറിഞ്ഞിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫ്ലവറിങ് നടക്കുന്നത് 12ാമത്തെ വർഷത്തിൻ്റെ അവസാനമാണ് ഫ്ലവറിങ് നടക്കും. ആ ഫ്ലവറിങ് ഒക്കേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ഏതാ? 12 years, 12ാമത്തെ വർഷത്തിൻ്റെ അവസാനം. ഇതൊരു മോണോകാർപ്പിക്കാണ്. ലൈഫ് സ്പാൻ എത്രയാണ്? 12 വർഷമാണ്. മോണോകാർപ്പിക്കാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഓർത്തിരിക്കുക, സ്ട്രോബിലാന്തസ്. സ്ട്രോബിലാന്തസ് കുന്തിയാന. അപ്പോൾ ഇത് സയൻറ്റിഫിക് നെയിം എഴുതാനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണിത്. നീലക്കുറിഞ്ഞി. അപ്പോൾ അത് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് സയൻറ്റിഫിക് നെയിം. അതിൻ്റെ ഫാമിലി വരുന്നത് അക്കാന്തേസി എന്ന് പറഞ്ഞൊരു ഫാമിലി ഉണ്ട്. അക്കാന്തേസി. അപ്പോൾ ഇത് മോണോകാർപ്പിക്കാണ്. ഇതിൻ്റെ ലൈഫ് സ്പാൻ ഏതാ? 12 വർഷമാണ്. അപ്പോൾ അത് കുട്ടികളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. ബുക്കുകളിലൊക്കെ വരാറുണ്ട് എവരി 12 ഇയേഴ്സിൽ ഫ്ലവറിങ് നടക്കുന്നു എന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ ചില കുട്ടികൾ ചോദിക്കാറുണ്ട് കുറേ ലൈഫ് സ്പാൻ ഉള്ളതാണ്, അതായത് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 100 വർഷമൊക്കെ ഉള്ളതാണോ? അതിലൊരു 12 വർഷം കഴിയുമ്പോഴത്തേനും ഫ്ലവർ ഫ്രൂട്ടൊക്കെ ഉണ്ടായി, സീഡൊക്കെ ഉണ്ടായി, ഒറ്റൊരു പ്ലാന്റിൽ തന്നെ അങ്ങനെ ഉണ്ടായി ആ സീഡ് അടുത്ത പ്ലാന്റായിട്ട് മാറുന്നു. ആ പ്ലാന്റ് അവിടെ തന്നെ നിൽക്കുന്നു. അതായത് ഇപ്പോൾ ഒരു പ്ലാന്റ്, ഒരു സിംഗിൾ പ്ലാന്റ് ഇങ്ങനെ ജെർമിനേറ്റ് ചെയ്ത് വന്നു. ആ സിംഗിൾ പ്ലാന്റ് ജെർമിനേറ്റ് ചെയ്ത് വന്നിട്ട് അതിലൊരു 12ാമത്തെ വർഷം ഏതായി ഫ്ലവർ ഉണ്ടായി, ഫ്രൂട്ട് ഉണ്ടായി, സീഡ് ഉണ്ടായി. അപ്പോൾ ആ സീഡൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ആ സീഡൊക്കെ വീണ്ടും ജെർമിനേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റായിട്ട് മാറുന്നു. അപ്പോൾ ഓൾറെഡി ആ പാരൻറ്റ് പ്ലാന്റ് അവിടെ തന്നെ നിലനിൽക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് കുറേ കുട്ടികൾ തെറ്റിദ്ധാരണയുള്ളത്. 12 വർഷം കൂടുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ 12 വർഷം കൂടുമ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു സിംഗിൾ പ്ലാന്റിൽ. എന്നാൽ ആ ധാരണ തെറ്റാണ്. ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത്രേ ഉള്ളൂ, 12 വർഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സിംഗിൾ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ആ പ്ലാന്റിൽ 12 വർഷം കഴിയുമ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടായി, ഫ്രൂട്ട് ഉണ്ടായി, സീഡായി മാറിക്കഴിഞ്ഞാൽ ആ സിംഗിൾ പ്ലാന്റ് അങ്ങ് നശിച്ചു. പിന്നെ ഉണ്ടാവുന്ന അടുത്ത ജനറേഷൻ അടുത്ത ഒരു പ്ലാന്റ് ഉണ്ടായി വരും. അതിൻ്റെ ലൈഫ് സ്പാൻ എത്ര ഉണ്ടാവുള്ളൂ? 12 വർഷം ഉണ്ടാവുള്ളൂ. അപ്പം അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുള്ള ഒരു സിംഗിൾ പ്ലാന്റ് തന്നെ ഇപ്പോൾ 10-60 വർഷമൊക്കെ നിൽക്കുന്നുണ്ട്. ഓരോ 12 വർഷം കൂടുമ്പോൾ അതിൽ ആ സിംഗിൾ പ്ലാന്റിൽ ഏതുണ്ടായിക്കൊണ്ടിരിക്കും? ഫ്ലവേഴ്സ് ഉണ്ടായി. അപ്പം അങ്ങനെയല്ല, ഒരു പ്ലാന്റിന് എത്ര വർഷമുള്ളൂ? 12 വർഷമുള്ളൂ. ആ 12 വർഷത്തിൻ്റെ അവസാനത്തോടു കൂടി ഫ്ലവർ ഉണ്ടായി, ഫ്രൂട്ട് ഉണ്ടായി, സീഡ് ഉണ്ടായി, ആ പ്ലാന്റ് അങ്ങ് നശിച്ചു. എന്നിട്ട് അടുത്ത സീഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പുതിയ പ്ലാന്റ് ഉണ്ടായി വരും. അപ്പോൾ ആ പാരൻറ്റ് പ്ലാന്റ് നശിച്ചു പോകുന്നു. അപ്പോൾ പാരൻറ്റ് പ്ലാന്റ് ലൈഫ് സ്പാൻ എത്ര ഉള്ളൂ? 12 വർഷമുള്ളൂ. അതുകൊണ്ട് അതേതാണ്? കൃത്യമായിട്ട് ഫ്ലവർ ഉണ്ടായി, ഫ്രൂട്ട് ഉണ്ടായി, സീഡ് ഉണ്ടായി നശിച്ചു പോകുന്നുണ്ട്. അതേതാണ്? മോണോകാർപ്പിക് തന്നെയാണ്. അപ്പോൾ മോണോകാർപ്പിക് ഫ്ലവറിങ് പ്ലാന്റിൽ ഒരു 2 അൺയൂഷ്വൽ ഫ്ലവറിങ് കാണിക്കുന്ന 2 പ്ലാന്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഏതാണ്? ബാംബൂസ് അരുണ്ടിനേസിയെ, ഫാമിലി ഗ്രാമിനെ എന്ന് പറയുന്ന ഫാമിലി. പിന്നെ രണ്ടാമത്തെ നീലക്കുറിഞ്ഞി, അതാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന് പറയുന്ന സൈൻറ്റി നെയിം. അക്കാന്തേസി എന്ന് പറയുന്ന ഫാമിലി വരുന്നതാണ്. ഇനി നമ്മുടെ ഇവിടെ എവിടെ ഏറ്റവും കൂടുതൽ ഈ നീലക്കുറിഞ്ഞി ഉണ്ടാകുന്ന സ്ഥലം എവിടെയാണ്? മൂന്നാറിലാണ് അല്ലേ. ഇപ്പോൾ 2006 ഉണ്ടായിരുന്നു, 2018 ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏത് വർഷം? 2030 അതിൽ കൃത്യമായിട്ട് ഫ്ലവറിങ് ഒക്കെ കാണുക. ഓക്കെ. ഇപ്പോൾ എവരി 12 ഇയേഴ്സിൽ ഇങ്ങനെ കൃത്യമായിട്ട് ഒരു മലനിരകൾ കംപ്ലീറ്റ് അല്ലേ, ഒരു ഇളം വയലറ്റ്, ഒരു ഗ്രീനിഷ്, ഒരു ബ്ലൂ കളറിലുള്ള അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് ഒരു ഇളം വയലറ്റ് കളറിൽ നല്ല ഭംഗിയോടുകൂടി ഇഷ്ടം പോലെ ഫ്ലവേഴ്സ്, നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവർ അങ്ങ് മൂടും. അപ്പോൾ അതാണ് 2006 ഇതിൽ കുറിഞ്ഞി സാങ്ച്വറി ഒക്കെ ആയിട്ട് പ്രഖ്യാപിച്ചത്. എവിടെയാണ്? മൂന്നാറിലൊക്കെ ഉണ്ട്. അപ്പോൾ മൂന്നാറിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഫ്ലവറിങ് ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു സീസൺ. ഇനിയിപ്പോൾ 2030 അടുത്ത ആ ഒരു ഫ്ലവറിങ് സീസൺ കൃത്യമായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പോയി കാണുകയൊക്കെ ചെയ്യുക. ഇപ്പോൾ 2006 ഉണ്ടായിരുന്നു. പിന്നെ 2006 അത് കൃത്യമായിട്ട് കുറിഞ്ഞി സാങ്ച്വറി എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപനം എന്നൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2018 കുറേ ആളുകൾ കാണാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഇതൊക്കെ പെരും മഴയൊക്കെ ആയതുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റിയില്ല. ഇനി 2030 ആ ഒരു പ്രദേശം കംപ്ലീറ്റ്, ആ മലനിരകൾ കംപ്ലീറ്റ് ആയിട്ട് മൂന്നാർ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവറൊക്കെ ഉണ്ടായി നിൽക്കുക. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. നിങ്ങളൊക്കെ പോയി കാണുക. ഓക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് നെയിം, നീലക്കുറിഞ്ഞി സയൻറ്റിഫിക് നെയിം എന്താ? സ്ട്രോബിലാന്തസ് കുന്തിയാന. ഫാമിലി അക്കാന്തേസി. ഇത് പെരനിയൽ പ്ലാന്റ് അല്ല, ഏതാണ്? മോണോകാർപ്പിക് ആയിട്ടുള്ളതാണ്. അതായത് പെരനിയലാണ്, പക്ഷേ എന്തല്ല? പോളികാർപ്പിക് അല്ല. ഏതാണ്? മോണോകാർപ്പിക് ആണ്. അപ്പം ഡൗട്ട് വരാറുണ്ട് കുട്ടികൾ, ഇതൊരു പോളികാർപ്പിക് ആയിട്ടുള്ള പെരനിയൽ പ്ലാന്റ് ആണോ? പോളികാർപ്പിക് അല്ല. ഒരു സിംഗിൾ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ആ പ്ലാന്റിൻ്റെ ലൈഫ് സ്പാൻ 12 വർഷമാകുമ്പോഴത്തേനും കഴിയുന്നുണ്ട്. എന്നിട്ട് അത് നശിച്ചു പോയിട്ട് അതിൻ്റെ സീഡിൽ നിന്ന് അടുത്ത പ്ലാന്റ് ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. ഒരു പ്ലാന്റിൽ തന്നെ ഓരോ 12 വർഷം കൂടുമ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാവുമല്ല ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്, സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പോളികാർപ്പിക് അല്ല, ഏതാണ്? മോണോകാർപ്പിക് ആണ്. അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 12 വർഷം വരെ ഉള്ളൂ. അപ്പോൾ ബാംബു ഏതാണ്? മോണോകാർപ്പിക് ആണ് അല്ലേ. മോണോകാർപ്പിക് ആയിട്ടുള്ള പെരനിയൽ ആയിട്ടുള്ള ഒരു ഗ്രാസിൻ്റെ കാറ്റഗറി വരുന്ന ഏറ്റവും ലൈഫ് സ്പാനുള്ള ഗ്രാസിൻ്റെ കാറ്റഗറി വരുന്ന പറഞ്ഞാണ് ബാംബു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും അൺയൂഷ്വൽ ഫ്ലവറിങ് കാണിക്കുന്ന 2 പ്ലാന്റുകൾ. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഫേസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫ്ലവറിങ് ആയിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞ 2 കാര്യം, അൺയൂഷ്വൽ ഫ്ലവറിങ് കാണിക്കുന്ന 2 പ്ലാന്റുകൾ. അപ്പോൾ അതിൽ സ്ട്രോബിലാന്തസ് കുന്തിയാന സയൻറ്റിഫിക് നെയിം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. പിന്നെ അതിലുള്ളത് ഇപ്പോൾ ഇതിൽ പെരനിയൽ പ്ലാന്റ്സിന് കേസ് എടുക്കണം. പെരനിയൽ പ്ലാന്റ് 2 വർഷത്തിൽ കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ളതാണെന്ന് വിചാരിക്കും. അപ്പോൾ മാങ്കോയിൻ്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ മാങ്കോയിലൊക്കെ ആദ്യം ഒരു 5 വർഷം കഴിയുമ്പോൾ കൃത്യമായിട്ട് ഫ്ലവറൊക്കെ ഉണ്ട്. അതിൻ്റെ ജുവനൈൽ ഫേസ് കഴിഞ്ഞ് വെജിറ്റേറ്റീവ് ഫേസ്, അതായത് ജുവനൈൽ ഫേസ് ഒക്കെ കഴിഞ്ഞ് എന്ത് ചെയ്ത് കൃത്യമായിട്ട് ഫ്ലവർ ഉണ്ടായി എന്ന് വിചാരിക്കും. പിന്നെ ആ ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫ്ലവർ എന്തായിട്ട് മാറി? ഫ്രൂട്ട്, സീഡൊക്കെ ആയിട്ട് മാറി. ആ സീഡ് അടുത്ത ജനറേഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ പെരനിയൽ പ്ലാന്റ് ആയിട്ടുള്ള ആ പ്ലാന്റ് അവിടെ തന്നെ നിൽക്കുന്നു. അതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യുന്നു? അടുത്ത സീസൺ വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? അതിൽ ഫ്ലവർ ഉണ്ടാകുന്നു. അപ്പോൾ അത് മേ ബി ഓരോ വർഷത്തിലൊന്ന് വീതമായിരിക്കും ഫ്ലവർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴായിരിക്കും ഫ്ലവർ ഉണ്ടാകും. അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ഘട്ടത്തിൽ അവിടെ ഒരു ഇൻ്റർ ഫ്ലവറിങ് പീരീഡ് ഉണ്ട് അല്ലേ. കൃത്യമായിട്ട് അതേതാണ്? പോളികാർപ്പിക്കാണ്. അതായത് മോണോകാർപ്പിക്, പോളികാർപ്പിക് ഞാൻ പറഞ്ഞില്ലേ. മോണോകാർപ്പിക് ഏതായിരുന്നു? ഒറ്റ തവണ മാത്രം ഫ്ലവർ ഉണ്ടായി, ഫ്രൂട്ട് ഉണ്ടായി, നശിച്ചു. ആ പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് ആ പാരൻ്റ് പ്ലാന്റ് നശിച്ചു. എന്നാൽ പോളികാർപ്പിക്കിൽ കുറേ തവണ ഫ്രൂട്ട് സീഡൊക്കെ ഉണ്ടാകുന്നു, എന്നാൽ പാരൻ്റ് പ്ലാന്റ് നശിച്ചു പോകുന്നു. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഏതുണ്ട്? ഒരു ഇൻ്റർ ഫ്ലവറിങ് പീരീഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഇൻ്റർ ഫ്ലവറിങ് പീരീഡ് ഏത് ഘട്ടത്തിലാണ് വരുന്നതെന്ന് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇൻ്റർ ഫ്ലവറിങ് പീരീഡ് ആസ് എ പാർട്ട് ഓഫ് മെച്യൂർ ഫേസ് ഓർ റീപ്രൊഡക്റ്റീവ് ഫേസ്. കാരണം എന്താ? ആദ്യത്തെ ഫ്ലവർ ഉണ്ടാകുന്നതോടുകൂടി ഏത് ഘട്ടം കഴിഞ്ഞു? ജുവനൈൽ ഫേസ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ
ഇൻ്റർ ഫ്ലവറിങ് പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ? മെച്യൂർ ഫേസിൻ്റെ പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഹോർമോണൽ ചേഞ്ചസ് നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഫ്ലവർ ഉണ്ടാകുന്നതോടുകൂടി. അപ്പോൾ ഈ എല്ലാ ഫേസസിനെയും കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ ഹോർമോൺസ് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ ഹോർമോണൽ ആക്ടിവിറ്റി മൂലം ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഹോർമോണൽ ആക്ടിവിറ്റി മൂലമാണ് രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് എത്തി. അപ്പോൾ അതിൽ ഇൻ്റർ ഫ്ലവറിങ് പീരീഡ് അപ്പോൾ ഏത് ഘട്ടത്തിൻ്റെ പാർട്ട് തന്നെയാണ്? മെച്യൂർ ഫേസ് ഓർ റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ പാർട്ട് തന്നെയാണ്. ഇനി സെനിസൻ ഫേസ് അടുത്ത അല്ലേ, മൂന്നാമത്തെ ഘട്ടമാണ് ഏതാ? സെനിസൻ ഫേസ്. സെനിസൻ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബീങ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഏതും പറയാം, ഓൾഡ് ഏജ് എന്നും പറയാം. സെനിസൻ ഫേസ് അവസാന കാലഘട്ടം അല്ലേ, സെനിസൻ ഫേസ്. സെനിസൻ ഫേസിൽ എന്താ സംഭവിക്കുന്നത്? സെനിസൻ ഫേസിൽ സംഭവിക്കുന്നത് നോക്കുമ്പോൾ സെനിസൻ ഫേസ് അവസാന കാലം. അപ്പോൾ സെനിസൻ ഫേസ് സംഭവിക്കുന്നത് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും? റെഡ്യൂസ്ഡ് ആവും. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസ് റെഡ്യൂസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെനിസൻ ഫേസ് വിച്ച് ലീഡ്സ് ടു ഏതാണ്? ഡെത്താണ് അല്ലേ. അപ്പോൾ സെനിസൻ ഫേസ് ആണ് ഏതിലോട്ട് നയിക്കുന്ന? മരണത്തിലോട്ട് നയിക്കുന്ന ഫേസാണ് ഏതാ? സെനിസൻ ഫേസ്. കാരണം എന്താ? എല്ലാ വിധത്തിലുള്ള മെറ്റബോളിക് ആക്ടിവിറ്റി നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് അല്ലേ, ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീനെ വിളിക്കുന്ന പേരാണ് ഏതാ? മെറ്റബോളിക് ആക്ടിവിറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി റെസ്പിറേഷനാണ്. ഇപ്പോൾ റെസ്പിറേഷൻ പോലെയുള്ള എല്ലാ വിധത്തിലുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസ് റെഡ്യൂസ് ചെയ്ത് നമ്മുടെ ബോഡിക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് നഷ്ടപ്പെട്ട് നമ്മുടെ ബോഡി ഡെത്തിലോട്ട് ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള അവസാന കാലഘട്ടം, ആ കാലഘട്ടത്തിന് വിളിക്കാവുന്ന പേരാണ് ഏതാ? സെനിസൻ ഫേസ്. അപ്പോൾ ഹ്യൂമൻ ബീങ്സിലൊക്കെ ഇത് ഏതാണ്? സെനിസൻ ഫേസിന് വിളിക്കുന്ന വേറെ പേരാണ് ഏതാ? ഓൾഡ് ഏജ് എന്നും വിളിക്കാവുന്നതാണ് അല്ലേ. നമ്മുടെ ബോഡിയിലൊക്കെ സ്കിന്നൊക്കെ സോഫ്റ്റായി നമ്മുടെ ബോഡിയിലൊക്കെ മെറ്റാബോളിക് ആക്ടിവിറ്റീസൊക്കെ റെഡ്യൂസ് ചെയ്ത് പറ്റില്ലാതായി കഴിയുമ്പോൾ ഹോർമോണൽ ചേഞ്ചസൊക്കെ മൂലം പറ്റില്ലാതായിട്ട് മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റെസ്പിറേഷനൊക്കെ കൃത്യമായിട്ട് നടക്കാതെ വന്ന് നമ്മുടെ ബോഡിയിലൊന്നും എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം സെനിസൻ ഫേസ് വിച്ച് ലീഡ്സ് ടു ഏതാണ്? ഡെത്താണ്. ഓക്കെ. ഇനി ഒരു ഫ്ലവറിങ് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പെരനിയലോ ആനുവലോ ബൈനിയലോ എന്തായിക്കോട്ടെ അതിൻ്റെ അവസാന കാലഘട്ടമാണ് ഏത് വിളിക്കുന്നത്? ഏതാ? സെനിസൻ ഫേസ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ സെനിസൻസിൻ്റെ ലക്ഷണമായിട്ട് ഇപ്പോൾ ഒരു ഫ്ലവറിങ് പ്ലാന്റിലാണെങ്കിൽ അതിന് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക്, പെരനിയൽ പ്ലാന്റിലാണെങ്കിൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് നഷ്ടപ്പെട്ട് അതിൽ കൃത്യമായിട്ട് അതിൻ്റെ ലീഫൊക്കെ ഒഴിഞ്ഞ് ആ പ്ലാന്റ് സ്വമേധയാ നശിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടമാണ് ഇത് വിളിക്കുന്നത് സെനിസൻ ഫേസ് അല്ലേ. സെനിസൻസിൽ ഏറ്റവും പ്രധാനമായിട്ട് ലീഫിൻ്റെ കാപ്സിഷൻ കൊഴിഞ്ഞു പോവുക എന്നുള്ള ഘട്ടം നടക്കും. അപ്പോൾ സെനിസൻ ഫേസ് വിച്ച് ലീഡ്സ് ടു ഏതാണ്? ഡെത്താണ്. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കും. ഇനി ഒരു ഫ്ലവറിങ് പ്ലാന്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ 3 ടൈം പറഞ്ഞു. ഏത്? ആനുവൽസ്, ബൈനിയൽസ്, പെരനിയൽസ് പറഞ്ഞു. ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് വെജിറ്റേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ജുവനൈൽ ഫേസ്, രണ്ടാമത്തേതാ റീപ്രൊഡക്റ്റീവ് ഫേസ് ഓർ മെച്യൂർ ഫേസ്, മൂന്നാമത്തേതാ സെനിസൻ ഫേസ് അല്ലേ. അപ്പോൾ അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഈ 3 ഘട്ടങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഏതിലാണെന്ന് പറയുന്നത്? ഈ 3 ഘട്ടങ്ങളും അല്ലേ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഏത്? ആനുവൽസിലും ബൈനിയൽസിലുമാണ്. പെരനിയൽസിൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആനുവൽസ് ഒരു വർഷത്തിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നതാണെങ്കിൽ കൃത്യമായിട്ട് ജുവനൈൽ ഫേസ് എൻഡ് ചെയ്ത് നമ്മൾ ഒബ്സർവ് ചെയ്താൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ജുവനൈൽ ഫേസ് എൻഡ് ചെയ്ത് റീപ്രൊഡക്റ്റീവ് ഫേസ് സ്റ്റാർട്ട് ചെയ്ത് അതിന് അവസാന കാലഘട്ടത്തിൽ സെനിസൻ ഫേസിലോട്ട് കടന്ന് പ്ലാന്റിങ് നശിച്ചു. അതേമാതിരി തന്നെ 2 വർഷം ഉള്ള പ്ലാന്റുകളെ നമുക്ക് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും വെജിറ്റേറ്റീവ് ഫേസിലൂടെ കടന്ന് റീപ്രൊഡക്റ്റീവ് ഫേസിലൂടെ കടന്ന് സെനിസൻ ഫേസിലോട്ട് എത്തുന്നതായിട്ട് കൃത്യമായിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആനുവൽസ് ബൈനിയൽസിൽ നമുക്ക് ക്ലിയർ കട്ട് വെജിറ്റേറ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് സെനിസൻ ഫേസസ് നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ക്ലിയർ കട്ടായിട്ട് തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. പക്ഷേ പെരനിയൽസിൻ്റെ കേസിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഓരോ പെരനിയൽ പ്ലാന്റിലും അതിൻ്റെ ജുവനൈൽ ഫേസ് തന്നെ എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്, കൃത്യമായിട്ട് എപ്പോഴാണ് റീപ്രൊഡക്റ്റീവ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മളിപ്പോൾ ഒരു തൈകളൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരേപോലെ തൈകളാണെങ്കിൽ ചില മാവുകളൊക്കെ അത് 5 വർഷം, ചില മാവുമ്പോൾ അത് 8 വർഷമൊക്കെ ആകുമ്പോഴത്തേനാണ് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ തന്നെ വേരിയേഷനൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ്, സെനിസൻ ഫേസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വളരെ ക്ലിയർ ആയിട്ട് പറ്റാത്ത പ്ലാന്റുകളാണ് ഏതൊക്കെയാണ്? പെരനിയൽ പ്ലാന്റ്സ് പറയുന്നത്. എന്നാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഏത്? ആനുവൽസും ബൈനിയൽസും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടേംസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൽ ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും കൃത്യമായിട്ട് അതിൽ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് ഏതാ? ജുവനൈൽ ഫേസ്. രണ്ടാമത്തെ ഘട്ടമാണ് ഏതാ? റീപ്രൊഡക്റ്റീവ് ഫേസ്. മൂന്നാമത്തെ ഘട്ടമാണ് ഏതാ? സെനിസൻ ഫേസ്. അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ ഒന്ന് ജുവനൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏർലിയർ ഫേസസ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം. സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൻ്റെ ഏർലിയർ ഫേസാണ് ഏതാ? ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓൾ ദ ചേഞ്ചസ് ഒക്കേഴ്സ് ബിഫോർ സെക്ഷൽ മെച്യൂരിറ്റി. സെക്ഷലി മെച്യൂർ ആവുന്നതിന് മുമ്പുള്ള എല്ലാ ചേഞ്ചസിനെയും ചേർത്ത് വിളിക്കുന്ന ഫേസാണ് ഏതാ? ജുവനൈൽ ഫേസ്. പ്ലാന്റ്സിൽ
ജുവനൈൽ ഫേസിന് വിളിക്കാവുന്ന വേറൊരു പേരാണ് വെജിറ്റേറ്റീവ് ഫേസ്. അതിന് കാരണം വെജിറ്റേറ്റീവ് ഓർഗൻസ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്സ് ഡെവലപ്പ് ഡ്യൂറിങ് ജുവനൈൽ ഫേസ്. അപ്പോൾ റൂട്ട്, സ്റ്റെം, ലീവ്സ് പോലുള്ള വെജിറ്റേറ്റീവ് ഓർഗൻ ഡെവലപ്പ് ചെയ്ത് വരുന്ന ജുവനൈൽ ഫേസ് ആണ്. അതുകൊണ്ട് ജുവനൈൽ ഫേസിനെ പ്ലാന്റ്സിന് വിളിക്കാവുന്ന വേറൊരു പേരാണ് വെജിറ്റേറ്റീവ് ഫേസ്. ദെൻ റീപ്രൊഡക്റ്റീവ് ഫേസ്. റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ഫേസ് അല്ലേ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മെച്യൂർ ഫേസ്. റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിട്ടുള്ള ഫേസ് ആണ് റീപ്രൊഡക്റ്റീവ് ഫേസ്. അതിന് വിളിക്കാവുന്ന വേറൊരു പേരാണ് മെച്യൂർ ഫേസ്. അപ്പോൾ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ വേരിയേഷൻ, അപ്പോൾ അത് പല ഓർഗാനിസിലും അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്ന വ്യത്യസ്തതയുണ്ടാവും. ചില ഓർഗാനിസ് കുറഞ്ഞ കാലഘട്ടം, ചില ഓർഗാനിസിൽ കൂടുതൽ കാലഘട്ടം ഉണ്ടാവും. പിന്നെ ഈ ജുവനൈൽ ഫേസിൻ്റെ എൻഡിൽ റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ തുടക്കത്തിലൊക്കെ ആയിട്ട് സംഭവിക്കുന്ന കുറേ മാറ്റങ്ങൾ അല്ലേ. അപ്പോൾ ആ ടീനേജിൻ്റെയൊക്കെ തുടക്കം നമ്മുടെ ഇതിനൊക്കെ തന്നെ നമ്മുടെ ലൈഫ് സ്പാനിന് ഇപ്പം നമ്മുടെ എയർലിയർ ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയുന്നത്, പിന്നെ ടീനേജ്, അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ടീനേജിൻ്റെയൊക്കെ തുടക്കത്തിൽ ഉണ്ടാകുന്ന കുറേ മാറ്റമുണ്ട്. ആ മാറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. പിന്നെ ആനിമൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൽ 2-3 ടേമുകളാണ് പറഞ്ഞത്. പ്രൈമേറ്റ്സിൽ നടക്കുന്ന സൈക്കിളിക് ചേഞ്ച് മെൻസ്ട്രൽ സൈക്കിൾ, നോൺ പ്രൈമേറ്റ്സിലാണ് ഈസ്റ്റർ സൈക്കിൾ. ദെൻ പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ പറഞ്ഞത് കണ്ടിന്യൂസ് ബ്രീഡറും സീസണൽ ബ്രീഡറും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ക്യാപ്റ്റിവിറ്റി അല്ലെങ്കിൽ പൗൾട്രി ഫാമിംഗ് ഒക്കെ നടത്തുന്നവർ ബേഡ്സിനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന, അതായത് സീസണൽ ബ്രീഡറായിട്ടുള്ള ബേഡിന് ചില ഹോർമോൺ ഇഞ്ചക്ഷനിലൂടെ എന്താക്കി മാറ്റും, കണ്ടിന്യൂസ് ബ്രീഡറാക്കി മാറ്റും. അപ്പോൾ അത് പറഞ്ഞു. പിന്നെ അവൾ പറഞ്ഞതിൽ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ആനുവൽസ്, ബൈനിയൽസ്, പെരനിയൽസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആനുവൽസ് പറയുന്ന വിത്തിൻ 1 ഇയറിനുള്ളിൽ ഫ്ലവറൊക്കെ ഉണ്ടായി, ഫ്രൂട്ടൊക്കെ ഉണ്ടായി, പ്ലാന്റ് അങ്ങ് നശിച്ചു പോകുന്നതാണ്. ബൈനിയൽസ് 2 വർഷത്തിനുള്ളിൽ, 2 വർഷത്തിൽ കൂടുതൽ നിലനിൽക്കുന്നതാണ് പെരനിയൽസ് എന്നൊക്കെ വിളിക്കുന്നത്. ദെൻ പിന്നെയുള്ള മോണോകാർപ്പിക്, പോളികാർപ്പിക് എന്ന് പറയുന്ന 2 ടൈപ്പ് പറഞ്ഞു. അപ്പോൾ അതിൽ ലെങ്തി ലൈഫ് സ്പാനോട് കൂടിയ ഒരു അൺയൂഷ്വൽ ഫ്ലവറിങ് കാണിക്കുന്ന അല്ലെ ലെങ്തി ലൈഫ് സ്പാനോട് പറഞ്ഞാണ് ബാമ്പു എന്ന് പറയുന്നത്. ബാമ്പുവിൻ്റെ സൈനിഫിന് ബാമ്പൂസ അരണ്ടിനേസിയെ. ദെൻ വേറെ ഒരെണ്ണമാണ് അതേമാതിരി ഒരു അൺയൂഷ്വൽ ഫ്ലവറിങ് ആണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. ഏതായിരുന്നു? നീലക്കുറിഞ്ഞ് അല്ലേ. അപ്പോൾ 12 വർഷത്തിനുള്ളിൽ അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകുന്നു. പിന്നെ അടുത്ത 12 വർഷം കഴിയുമ്പോഴാണ് അതിൻ്റെ സീഡൊക്കെ ജെർമിനേറ്റ് ചെയ്ത് കൃത്യമായിട്ട് പ്ലാന്റൊക്കെ ആയിട്ട് വളർന്ന് കൃത്യമായിട്ട് ഫ്ലവറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിൽ ലാസ്റ്റ് ഘട്ടമാണ് സെനിസൻ ഫേസ് എന്ന് പറയുന്നത്. അപ്പം ഈ 3 ഘട്ടങ്ങൾ, ഒന്നാമത്തെ ഏതായിരുന്നു? ഒന്നാമത്തെ ഘട്ടം ജുവനൈൽ ഫേസ്, രണ്ടാമത്തെ റീപ്രൊഡക്റ്റീവ് ഫേസ്, മൂന്നാമത്തെ സെനിസൻ ഫേസ്. അപ്പോൾ അതിൽ ക്ലിയർ കട്ട് വെജിറ്റേറ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് സെനിസൻ ഫേസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ഏത് പ്ലാന്റിലാണ്? ആനുവൽസ് ആൻഡ് ബൈനിയൽസ്. പക്ഷേ അത് ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല ഏതിലാണ്? പെരനിയൽസ്. പിന്നെ ഇൻ്റർ ഫ്ലവറിംഗ് പീരീഡ് കൺസിഡർ ചെയ്യുന്ന ഏതാണ്? പാർട്ട് ഓഫ് മെച്യൂർ ഫേസ് ഓർ റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ്. ഓക്കെ, പിന്നെ സെനിസൻ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വിധത്തിലുള്ള മെറ്റാബോളിക് ആക്ടിവിറ്റി റെഡ്യൂസ്ഡ് ആണ്. ഇറ്റ്സ് ആൻ ഓൾഡ് ഏജ് എന്നൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇറ്റ്സ് എ ഫൈനൽ സ്റ്റേജസ് ഓഫ് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർ ഫൈനൽ സ്റ്റേജ് ആണ് അല്ലേ. ഡ്യൂറിങ് സെനിസൻ ഫേസ് ഓൾ ദ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ആർ റെഡ്യൂസ്ഡ് ഇൻസൈഡ് ദ ബോഡി. ആൻഡോ എല്ലാ ബോഡിക്കകത്ത് നടക്കുന്ന മെറ്റാബോളിക് ആക്ടിവിറ്റീസ് റെഡ്യൂസ് ചെയ്യും, വിച്ച് ലീഡ്സ് ടു ഡെത്ത്, മരണത്തിലോട്ട് നയിക്കുന്ന രീതിയിലോട്ട് പോകും. അപ്പോൾ അതാണ് 3 ഫേസസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ടെസ്റ്റൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കുക. ടെസ്റ്റിൽ അപ്പോൾ ഇങ്ങനെയുള്ള ടൈം മെൻസ്ട്രൽ സൈക്കിൾ, ഈസ്റ്റർ സൈക്കിൾ, കണ്ടിന്യൂസ് ബ്രീഡർ, സീസണൽ ബ്രീഡർ, ദെൻ വെജിറ്റേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ജുവനൈൽ ഫേസ്, അതിനെ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ.